വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ പുതിയ CRT ചാപ്റ്ററാണ്. ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ചലന സമവാക്യങ്ങൾ എന്നാണ്. ഈ ഒരു ചാപ്റ്റർ ഞാൻ ഓൾറെഡി എടുത്തതാണ്, ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതായത് പ്രോബ്ലംസ് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ കുറച്ച് പ്രവർത്തനങ്ങളിലൂടെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എല്ലാതും, അതായത് നമുക്ക് 1 ബൈ വേർഡായിട്ട് എല്ലാ പോയിൻറ്റ്സും പറഞ്ഞു പോകാം, അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാം, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, നമുക്ക് കറക്റ്റായിട്ടെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. നമുക്കറിയാം SSC RRB എന്ന് പറയുന്ന എല്ലാ പരീക്ഷകളിലും, മത്സര പരീക്ഷകളിലൊക്കെ നമുക്ക് ചലനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്താണ് പറയുന്നത് നോക്കിയേ. ഒരു കുട്ടി പറയുന്നുണ്ട് അല്ലേ, ഈ ട്രെയിൻ പാലം മുഴുവനായും കടന്നു പോകാൻ എടുക്കുന്ന സമയം കണക്കാക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്താണ് പറയുന്നത്, അത് കൃത്യമായി കണക്കാക്കാൻ കഴിയും, പക്ഷേ അതിന് ചലനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിത്രം നിരീക്ഷിച്ചല്ലോ. ഒരു ട്രെയിൻ പോകുന്നുണ്ട് പാലത്തിന്മേൽ കൂടെ അല്ലേ. കുട്ടിക്കുണ്ടായ ഇത്തരം സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്കതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ABCD എന്നിവ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന 4 ഇലക്ട്രിക് പോളുകളാണ്. നോക്കിയേ, Aയും Bയും Cയും D എന്ന് പറഞ്ഞിട്ടുള്ള 4 പോസ്റ്റ് ഇലക്ട്രിക് പോളുകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. അടുത്തടുത്ത 2 പോളുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? 40 മീറ്റർ വീതമാണ്. നോക്കി ഒരു പിക്ചർ നോക്കിയപ്പോൾ Aയും Bയും തമ്മിലുള്ളത് 40 മീറ്ററാണ്, Bയും Cയും തമ്മിൽ 40 മീറ്ററാണ്, Cയും Dയും തമ്മിൽ 40 മീറ്റർ തന്നെയാണ്. പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യമാണ്. ഏതാണ് വടക്ക് ഭാഗവും തെക്ക് ഭാഗവും എന്ന് നോക്കി വയ്ക്കുക. വടക്ക് ഏതാണ്? ഇതാ നോക്കിയേ, കണ്ടില്ലേ, വടക്ക് എന്ന് പറയുന്നത് മുകളിലാണ്, തെക്ക് എന്ന് പറയുമ്പോൾ താഴെയാണ് അല്ലേ. കിഴക്ക് പടിഞ്ഞാറ്, റൈറ്റ് സൈഡിലെ കിഴക്കാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പടിഞ്ഞാറാണ്. അതും പഠിച്ചു വെച്ചിരിക്കാം. ഇനി പോൾ Bയുടെ ചുവട്ടിൽ നിന്ന് ഒരു കുട്ടി എന്ത് ചെയ്തു? Bയിൽ നിൽക്കുകയാണ് കുട്ടി. ആ കുട്ടി എവിടേക്ക് പോവാണ്? C കടന്ന് Dയിലെത്തി. ആരെ? ഒരു കുട്ടി Bയിലാണ് നിൽക്കുന്ന ആൾ. Cയും കടന്ന് Dയിലേക്ക്, അതായത് Dയിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു പോയിന്റ് C ഉണ്ട്. ഓക്കെ, എന്നിട്ട് ആ കുട്ടി അതിനുശേഷം ഈ Dയിൽ നിന്ന് തിരിച്ചിട്ട് C എന്ന് പറയുന്ന പോളിനരികിലേക്ക് എത്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്? അതായത് എന്താണ് ഇവിടെ പറഞ്ഞത്, ഒരു കുട്ടി Bയിൽ നിൽക്കുകയാണ്, ആ കുട്ടി നേരെ സിയിലേക്ക് കടന്നു, അതിനുശേഷം നേരെ Dയിലേക്ക് നടന്നു, അതിനുശേഷം വീണ്ടും Dയിൽ നിന്ന് Cയിലേക്കാണ് എത്തുന്നത് അല്ലേ. തിരിച്ച് Bയിലേക്കല്ല, Cയിലേക്കാണ് എത്തുന്നത്. എങ്ങനെയെങ്കിൽ ആ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ് വരിക? 120 അല്ലേ. 40 ഇവിടെ നിന്ന് Bയിൽ നിന്ന് Cയിലേക്ക് 40 പ്ലസ് അല്ലേ, Bയിൽ നിന്ന് Cയിലേക്ക് 40, ഇനി പ്ലസ് Cയിൽ നിന്ന് Dയിലേക്കും 40, അപ്പോൾ വീണ്ടും പ്ലസ്, പിന്നെ എന്താണ്, Dയിൽ നിന്ന് Cയിലേക്ക് തിരിച്ചു വരുന്നുണ്ടല്ലോ, അപ്പോൾ വീണ്ടും പ്ലസ് 40. അപ്പോൾ എത്ര കിട്ടി? 120 എന്നുള്ളത് കിട്ടിയില്ലേ. അപ്പോൾ 120 അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച ദൂരം. ഇനി കുട്ടിയുടെ ആദ്യത്തെ സ്ഥാനമായ ആദ്യത്തെ സ്ഥാനം Bയിലാന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥാനമായ Cയും തമ്മിലുള്ള അകലം എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 40 മീറ്റർ ആണെന്ന് അല്ലേ. 40 മീറ്റർ ആണ്. ഇനി ആ Bയിൽ നിന്ന് 40 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുട്ടിയുടെ സ്ഥാനം എവിടെയെല്ലാമായിരിക്കും? എവിടേക്കായിരിക്കും? ഈ കുട്ടി Bയിൽ നിന്ന് സഞ്ചരിക്കുകയാണ്, ആ 40 മീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 മീറ്റർ ആണെങ്കിൽ നേരെ ഫ്രണ്ടിലേക്ക് നടക്കാം അല്ലേ, Cയിലേക്കും നടക്കാം, അതുപോലെ തന്നെ ബാക്കിലോട്ട് നടക്കാം അല്ലേ, Aയിലേക്കും നടക്കാനായിട്ട് പറ്റുമല്ലോ അല്ലേ. 40 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും മാത്രമേ നടക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കി Dയിലേക്ക് നടക്കണമെങ്കിൽ അത് 80 ആവും അല്ലേ. 40 പ്ലസ് 40 80 മാറും. അത് കാരണം Bയിൽ നിന്ന് Cയിലേക്കും കിടക്കാം, Bയിൽ നിന്ന് Aയിലേക്കും കിടക്കാം. ഇനി Bയിൽ നിന്ന് 40 മീറ്റർ ദൂരം ഏത് ദിശയിൽ യാത്ര ചെയ്താലാണ് Cയിലെത്താനായിട്ട് പറ്റുക? അതായത് Bയിൽ നിന്ന് 40 മീറ്റർ ദൂരം തന്നെയാണ് നടക്കേണ്ടത്. അത് ഏത് ദിശയിലേക്കാണ് നടന്നാലാണ് Cയിലേക്ക് എത്താൻ പറ്റുന്നത്? Cയിലേക്ക് എത്താൻ പറ്റുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, കിഴക്ക് ഭാഗമാണെന്ന് പറഞ്ഞു അല്ലേ. റൈറ്റ് സൈഡിലുള്ളത് കിഴക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ Bയിൽ നിന്നും ആ കുട്ടിക്ക് എങ്ങോട്ടാണ്? കിഴക്ക് ഭാഗത്തേക്കാണ് നടക്കേണ്ടത്.
കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ബിയും ഇപ്പോഴത്തെ സ്ഥാനമായ സിയും തമ്മിലുള്ള അകലമാണ് കുട്ടിയുടെ സ്ഥാനമാറ്റത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അല്ലേ. അതായത് എന്താ പറയുന്നത്, കുട്ടിയുടെ ആദ്യത്തെ സ്ഥാനം ബിയിലായിരുന്നു, പിന്നീട് ഇപ്പോഴത്തെ സ്ഥാനം എവിടെയാണ്, സിയിൽ അല്ലെ. ഡിയിൽ നിന്ന് സിയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിയിലാണ്. അപ്പോൾ അതാണ് ആ കുട്ടിയുടെ സ്ഥാനമാറ്റത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ബിയിൽ നിന്ന് 40 മീറ്റർ കിഴക്ക് ദിശയിൽ യാത്ര ചെയ്താൽ കുട്ടിക്ക് സിയിലേക്ക് എത്താൻ കഴിയും അല്ലേ. കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചപ്പോഴാണ് കുട്ടിക്ക് 40 മീറ്റർ സഞ്ചരിച്ചപ്പോഴാണ് എങ്ങോട്ട്, കിഴക്കോട്ട് സഞ്ചരിച്ചപ്പോഴാണ് ആൾക്ക് അവിടെ എത്താൻ പറ്റിയത്, സിയിലേക്ക് എത്താൻ പറ്റിയത്. അതിനാൽ ബിയിൽ നിന്ന് സിയിലേക്ക് കിഴക്ക് ദിശയിൽ 40 മീറ്റർ എന്നതാണ് കുട്ടിയുടെ ഈ സന്ദർഭത്തിലെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്, ബിയിൽ നിന്നും സിയിലേക്ക് കിഴക്ക് ദിശയിൽ 40 മീറ്റർ എന്ന് പറയുന്നതാണ് അതിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്, കുട്ടിയുടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് ആ കുട്ടി സഞ്ചരിച്ചിട്ട് ബിയിൽ നിന്ന് സിയിലേക്ക് കടന്നിട്ടുണ്ട് അല്ലെ, ബിയിൽ നിന്ന് സിയിലേക്ക് കടന്നിട്ടുണ്ട്, കിഴക്ക് ദിശയിലേക്കാണ് കടന്നിട്ടുള്ളത് അല്ലെ, കിഴക്ക് ഭാഗത്തേക്കാണ് കടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതാണ് അതിൻ്റെ അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്ഥാനാന്തരം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോട് കൂടി പ്രതിപാദിക്കുന്നതിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാനാന്തരം എന്ന് വെച്ചാൽ ദിശയും കൂടി പറയുന്നുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞത് കിഴക്ക് ദിശയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പറയുന്നത് രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോട് കൂടി പ്രതിപാദിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്, എസ് എന്ന അക്ഷരം കൊണ്ടാണ്. ദൂരത്തിൻ്റെ യൂണിറ്റായ മീറ്റർ തന്നെയാണ് സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, സ്ഥാനാന്തരം അല്ലെങ്കിൽ എന്താണ് ദൂരം എന്നൊക്കെ പറയുമ്പോൾ മീറ്റർ ഏതാണ് യൂണിറ്റ് വരുന്നത്, മീറ്റർ തന്നെയാണ്. അപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് തന്നെയാണ്, മീറ്റർ എന്ന് തന്നെയാണ്. അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കേണ്ട അളവുകളെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്, സദിശ അളവ്, ദിശ കൂട്ടിച്ചേർത്ത് പറയണം അല്ലേ. ദിശ കൂട്ടിച്ചേർത്ത് പറയുന്നതിനെയാണ് എന്ന് പറയുന്നത് സദിശ അളവുകൾ എന്ന് പറയുന്നത്. ഇനി ദിശ ആവശ്യമില്ലാത്ത അളവുകൾ എന്നു പറയും അദിശ അളവുകളിൽ. ദിശ ഇല്ല എന്ന് പറയുമ്പോൾ അദിശ അളവുകൾ എന്ന് വെച്ചാൽ എന്താണ്, ദിശ ആവശ്യമില്ലാത്ത അളവാണ്. അങ്ങനെയെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് സദിശമാണോ അദിശമാണോ, ദിശ കൂട്ടിച്ചേർത്ത് പറഞ്ഞാണോ ദിശ കൂട്ടിച്ചേർത്ത് പറയാത്താണോ, ദിശ കൂട്ടിച്ചേർത്ത് പറഞ്ഞു നമ്മൾ കിഴക്കെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതാണ് വരാ, സദിശമാണോ അദിശമാണോ വരുന്നത്. സദിശം എന്ന് വെച്ചാൽ എന്താണ്, ദിശ കൂട്ടിച്ചേർത്ത് പറയുന്ന അളവുകളാണ്. അദിശം എന്ന് വെച്ചാൽ എന്താണ്, ദിശ കൂട്ടിച്ചേർത്ത് പറയാത്ത അളവാണ്. അപ്പം നമുക്ക് എന്തെന്ന് പറയാം, ഇത് സദിശ അളവാണെന്ന് പറഞ്ഞുകൂടെ, പറയാം സദിശ അളവാണെന്ന് പറയാം. ഇനി നമുക്ക് വേറൊരു സന്ദർഭം കൂടി പറയുന്നുണ്ട്. കുട്ടി ബിയിൽ നിന്ന് 40 മീറ്റർ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ കുട്ടിയുടെ സ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കുട്ടി ബിയിൽ നിന്ന്, നമുക്ക് ബി എന്ന് പറയുന്നതാണ് 40 മീറ്റർ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, 40 മീറ്റർ കുട്ടി എങ്ങോട്ടാണ്, പടിഞ്ഞാറ് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് അല്ലേ. പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്ഥാനം എത്രയാണ്, സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്, ഇപ്പോഴത്തെ സ്ഥാനം എത്രയാണ്, ഏതാണ് വരാ, എ ആണ് അല്ലേ, എയിലേ വരുന്നത്, എ ആണ് അല്ലേ. നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, എന്നാ ക്വസ്റ്റ്യൻ ആയിരുന്നത്, പടിഞ്ഞാറ് ദിശയിലാണ്. പടിഞ്ഞാറ് ദിശ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ദിശക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് അല്ലേ, നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ലെഫ്റ്റിലേക്കാണ്, ബാക്കിലേക്ക് കൊണ്ട് നടന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയിലെയാണ് അല്ലെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്, എ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബിയിൽ നിന്ന് മുന്നോട്ട് കിഴക്ക് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം പോസിറ്റീവായി പരിഗണിക്കുകയാണെങ്കിൽ പുറകിലേക്ക് പടിഞ്ഞാറ് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം നെഗറ്റീവായി പരിഗണിക്കാം. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മൾ പറഞ്ഞു കിഴക്കോട്ടേക്ക് നീങ്ങുന്നില്ല, അതായത് ഫ്രണ്ടിലോട്ട് ആൾ നടന്നു എന്ന് പറഞ്ഞു, കുട്ടി നടന്നു എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ആ സ്ഥാനാന്തരത്തിൽ എന്ന് പറയാം, എന്താ പറയുക, മുന്നോട്ട് നടന്നതിനെന്ന് പറയാം പോസിറ്റീവ് എന്ന് പറയാം, പോസിറ്റീവ് സ്ഥാനാന്തരമായിട്ട് പരിഗണിക്കാം. ഇനി പുറകിലേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവായിട്ടും പരിഗണിക്കാം. നമുക്ക് തിരിച്ചും എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് തിരിച്ചെടുക്കാം, കുഴപ്പമില്ല. ഒരിക്കൽ ദിശ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള പഠന പ്രക്രിയകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ദിശകൾക്ക് മാറ്റം വരുത്താൻ പാടില്ല. അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു കണക്ക് ചെയ്യാണ്, ഒരു മാത്സ് പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ഫിസിക്സ് പ്രോബ്ലം ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ദിശ പോസിറ്റീവും ഒരു ദിശ നെഗറ്റീവായിട്ട് പരിഗണിക്കണം.
ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് പകുതി തീരെ വീണ്ടും ആ ദിശ മാറ്റാനായിട്ട് പറ്റില്ല. നമുക്ക് ദിശ മാറ്റാനായിട്ട് പറ്റുന്ന എപ്പോഴാണ്? ഫസ്റ്റ് നമ്മുടെ ചോയ്സാണ് എന്താണ് എടുക്കേണ്ടത്, എന്താണ് എടുക്കാൻ, ഇപ്പോൾ പോസിറ്റീവ് ആണോ എടുക്കേണ്ടത് നെഗറ്റീവ് ആണോ എടുക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ആദ്യ സ്ഥാനം ബിയും അന്ത്യസ്ഥാനം എയുമാണല്ലോ, അതിനാൽ സ്ഥാനാന്തരം എന്താണ്? നെഗറ്റീവാണ് അല്ലേ. ഇവിടെ ആദ്യ സ്ഥാനം എവിടെയാണ്? ബിയിലാണ് ഫസ്റ്റ് ആൾ കുട്ടി നടന്നിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ എന്ന് പറഞ്ഞു ആദ്യ സ്ഥാനം എന്ന് പറഞ്ഞു അല്ലേ. ഈ ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ്? ബി ആണ്. ഇനി അന്ത്യസ്ഥാനം വെച്ചാൽ എവിടെയാണ്? കുട്ടി പിന്നിലോട്ട് നടന്നു എന്ന് പറഞ്ഞു അല്ലേ. കുട്ടി പിന്നിലോട്ടല്ല നടന്നത്. അപ്പം അങ്ങനെയെങ്കിൽ എ ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? അന്ത്യസ്ഥാനം എന്ന് പറയുന്നത്. അന്ത്യം എന്ന് വെച്ചാൽ എന്താണ്? അവസാനത്തെ അല്ലേ, അന്ത്യസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ഥാനാന്തരം എന്താണ്? നെഗറ്റീവാണ് അല്ലേ. ബിയിൽ നിന്ന് എയിലേക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്? നെഗറ്റീവ് അല്ലേ വരുന്നത് അല്ലേ. നെഗറ്റീവാണ് വരുന്നത്. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ എടുത്തതെന്ന് പറഞ്ഞു. കിഴക്കോട്ടാണെങ്കിൽ പോസിറ്റീവായിട്ട് എടുത്തു, ബാക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് എടുത്തു. ഓക്കെ. ഇനി സഞ്ചാരപാതയുടെ ഘട്ടങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ബിയിൽ നിന്ന് സി വരെ നേരിട്ട് പോയപ്പോൾ ആൾ കുട്ടി സഞ്ചരിച്ച് 40 മീറ്റർ ആണ്. അപ്പോൾ അവിടുത്തെ സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരം എത്ര തന്നെയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 40 മീറ്റർ തന്നെയാണ്. 40 മീറ്റർ തന്നെയാണ്. ഇനി ബിയിൽ നിന്ന് പുറപ്പെട്ട് ഡിയിലെത്തി തിരികെ സിയിലെത്തി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിയിൽ നിന്ന് ഈ കുട്ടി പുറപ്പെട്ടിട്ട് സിയിലേക്ക് പോയി ഡിയിലേക്ക് പോയിട്ട് വീണ്ടും ആൾ സിയിലേക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്ഥാനാന്തരം എത്രയാണ് വരാൻ നോക്കിയേ. സ്ഥാനാന്തരം എത്രയാണ് വന്നത്? സ്ഥാനാന്തരം എത്രയാണ് വന്നത് എന്ന് പറഞ്ഞേ. ഇപ്പോൾ നമുക്ക് അവിടുത്തെ ദൂരം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം 40 + 40 + 40 എന്ന് എഴുതാം അല്ലേ. നമുക്ക് 120 എന്ന് എഴുതാം അല്ലേ. ദൂരമാണെന്നുണ്ടെങ്കിൽ 40 + 40 + 40 എന്ന് എഴുതാം. ആകെ ദൂരമാണ് അവിടെ വരുന്നത്. അപ്പോൾ 120 ആണ് ആൻസർ വരുന്നത് അല്ലേ. 120 ആണ് അവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. ഇനി അതല്ല നമുക്ക് സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എത്ര എഴുതണം? അതായത് നമ്മൾക്ക് ആദ്യ സ്ഥാനം അന്ത്യസ്ഥാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഈ ആദ്യ സ്ഥാനം അന്ത്യസ്ഥാനം തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? ബിയിൽ നിന്ന് സിയിലേക്ക് പോയി ഡിയിലേക്ക് പോയി വീണ്ടും സിയിലേക്ക് തന്നെയാണ് എത്തുന്നത് അല്ലേ. അപ്പോൾ ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് ബി ആണ്. അന്ത്യസ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാണ്? സിയിലേക്ക് പോയി ഡിയിലേക്ക് പോയി വീണ്ടും സിയിലേക്ക് എത്തി. അപ്പോൾ സിയിലേക്ക് തന്നെയാണ് എത്തിയത് അല്ലേ. അപ്പോൾ അവിടുത്തെ രണ്ട് ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 40 മീറ്റർ ആണല്ലോ. ഈ 40 മീറ്റർ ആണ് അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്താണ് ദൂരം എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടലായിട്ട് പ്ലസ് ചെയ്ത് എഴുതാം. സ്ഥാനാന്തരമാണെന്നുണ്ടെങ്കിൽ അന്ത്യസ്ഥാനം ആദ്യസ്ഥാനം, അതായത് ആദ്യം അവിടെ നിൽക്കുന്ന കുട്ടിയും അതുപോലെ തന്നെ ആ ഒരു സമയത്തുള്ളതും അതുപോലെ തന്നെ ആ കുട്ടി ലാസ്റ്റ് പോയി തിരിച്ചങ്ങോട്ട് എത്തുന്ന ഒരു സ്ഥലം, ആ ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ നോക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്ന കുട്ടിയുടെ സ്ഥാനം ബാക്കി നമ്മൾ എവിടേക്കാണോ എത്തിച്ചേർന്ന ഒരു സ്ഥാനം ഉണ്ടല്ലോ അതും തമ്മിൽ ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടി? 40 തന്നെയാണെന്ന് കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഇവിടെ എന്താ എഴുതാം? 40 മീറ്റർ ആണ് സ്ഥാനാന്തരം എന്ന് എഴുതാം അല്ലേ. 40 മീറ്റർ ആണ് സ്ഥാനാന്തരം എന്ന് എഴുതാം. സഞ്ചരിച്ച ദൂരം എത്രയാണ്? 180 മീറ്റർ ആണ് സഞ്ചരിച്ചത്. ഇനി ബിയിൽ നിന്ന് പുറപ്പെട്ട് ഡിയിലേക്ക് എത്തുമ്പോൾ നോക്കിയേ. ബിയിൽ നിന്ന് നോക്കി, ഇതാണ് ബി എന്ന് പറയുന്നത്. ഈ ബിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഡിയിലേക്കാണ് എത്തുന്നത് എങ്കിൽ അവിടുത്തെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 40 + 40 അല്ലേ. 40 + 40 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 80 എന്ന് കിട്ടി. അപ്പോൾ 80 മീറ്റർ ആണ് അവിടെ നിന്ന് ഡിയിലേക്ക് എത്തുമ്പോഴത്തെ സഞ്ചരിച്ച ദൂരം. സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ പ്ലസ് ഉണ്ടെന്നും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ പ്ലസ് ആണ്, നമ്മൾ കിഴക്കോട്ട് പോകുമ്പോൾ പ്ലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലസ് ഇടാത്തതാണ്. അപ്പം ഇവിടുത്തെ സ്ഥാനാന്തരം ബിയിൽ നിന്നും ഡിയിലേക്ക് പോകുമ്പോൾ സ്ഥാനാന്തരം എത്രയാണ് നോക്കിയേ. എത്രയാണ്? ആദ്യ സ്ഥാനം അന്ത്യസ്ഥാനം എത്രയാണെന്ന് നോക്കിയേ. ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്, ഡി എന്ന് പറയുന്നതാണ് അന്ത്യസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 40 + 40 80 തന്നെയല്ലേ അവിടെയും കിട്ടിയത് അല്ലേ. 80 തന്നെയാണ് ഇവിടെയും കിട്ടിയത് അല്ലേ. അന്ത്യസ്ഥാനം ആദ്യസ്ഥാനം തമ്മിൽ നമുക്ക് പറഞ്ഞു 80 തന്നെയാണ് കിട്ടിയത്. ഓക്കെ. ഇനി എന്താണ്? ബിയിൽ നിന്ന് എ വരെ. അപ്പോൾ കുട്ടി ബിയിൽ നിൽക്കുകയാണ്, ഇത് കുട്ടി എയിലേക്ക് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണെന്ന് പറഞ്ഞു ദൂരം. എങ്കിൽ എത്രയാണ് വരാ? ഇവിടെ എത്രയാണ് വരാ? 40 മീറ്റർ തന്നെയാണ് ദൂരം എന്ന് പറയുന്നത് വരുന്നത് അല്ലേ. ഇനി ആ കുട്ടി സഞ്ചരിച്ച സ്ഥാനാന്തരം ചോദിക്കുകയാണെങ്കിലോ, ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരം ആദ്യത്തെ ദൂരം നമ്മൾ ആദ്യം ആ കുട്ടി നിൽക്കുന്നത് ബിയിൽ നിന്നാണ്, ബിയിലേക്കാണ്, എയിലേക്കാണ് ആൾ തിരിച്ചു പോകുന്നത്
അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടും അപ്പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കണം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ബിയിൽ നിന്ന് എയിലേക്കാണ് പോകുന്നത് ആ കുട്ടി. ആ കുട്ടി പോയപ്പോൾ എത്ര കിട്ടി? 40 ദൂരം എന്ന് കിട്ടി. സ്ഥാനാന്തരം എത്ര തന്നെയാണ്? 40 തന്നെയാണ്. പക്ഷെ അവിടെ എന്തോ ഒരു ഡിഫറൻസ്, എന്താ? -40 എന്ന് വന്നു അല്ലേ? -40 എന്ന് വന്നു. നെക്സ്റ്റ് എന്താണ്? ബിയിൽ നിന്ന് എയിലെത്തി, തിരികെ ബിയിലേക്ക് എത്തുമ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ വീണ്ടും തിരികെ ബിയിലേക്ക് തന്നെയാണ് എത്തുന്നത്. എങ്ങനെയെങ്കിലോ ബിയിൽ നിന്ന് എയിലേക്ക് പോയി, എന്നിട്ട് ആ കുട്ടി വീണ്ടും ബിയിലേക്ക് തന്നെ തിരിച്ചെത്താണ് എങ്കിൽ അവിടുത്തെ ദൂരം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? ദൂരം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് പോയിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 അല്ലേ? 40 അങ്ങോട്ട് പോയിട്ടുണ്ട്, 40 ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അപ്പം 40 + 40 80 എന്ന് വരും. 80 അവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. അതിന് സ്ഥാനാന്തരം ആണെന്നുണ്ടെങ്കിലോ എത്രയാണ്? അന്ത്യപ്രവേഗം ആദ്യപ്രവേഗം അല്ലേ? അങ്ങനെയല്ലോ അല്ലേ? പ്രവേഗം എന്നുള്ളത് അതിന് വഴിയുണ്ടോ? അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? സഞ്ചരിച്ച ഈ ദൂരം എന്ന് പറയുന്നത് ആദ്യം ആ കുട്ടി നിന്നായിരുന്നതും അവസാനം ആ കുട്ടി നിന്നായിരുന്നതും തമ്മിൽ ഡിഫറൻസ് ചെയ്യാനാണ് പറഞ്ഞത്. എങ്കിൽ ആ കുട്ടി ബിയിൽ നിന്ന് എയിലേക്ക് പോയിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് വന്നു, അതായത് ബിയിലേക്ക് തന്നെ ആ കുട്ടി തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആള് ആദ്യത്തെ ചോദിക്കുകയാണെങ്കിലും ആദ്യം നിന്നിരുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിലും അവസാനം എത്തിയ സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം തന്നെയല്ലേ? ഒരേ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. എങ്കിൽ നമുക്ക് അവിടെ എന്തെന്ന് പറയാം? അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയെന്ന് പറയാം? 0 ആണെന്ന് പറയാം, 0 പറയാം അല്ലേ? നോക്കി നോക്കിയേ, ആ കുട്ടി ബിയിൽ നിന്ന് എയിലേക്ക് പോയി. ഓക്കെ, എയിലേക്ക് പോയി. അപ്പോൾ അവിടെ 40 കിട്ടിയിട്ടുള്ളത്. ഇനി ആ കുട്ടി എയിൽ നിന്ന് ബിയിലേക്ക് തിരിച്ച് പോവുകയാണ്, അപ്പോഴും 40 തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? 40 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 40 - 40 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ആ കുട്ടി എത്തിച്ചേർന്ന സ്ഥലം, ആദ്യം പോയ സ്ഥലം സെയിം തന്നെയാണെങ്കിൽ 0 ആയിരിക്കും അടുത്ത സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ദൂരം സ്ഥാനാന്തരം മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? കുട്ടി എയിൽ നിന്ന് ഡിയിലെത്തിയ ശേഷം എയിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? സ്ഥാനാന്തരം എത്രയാണ്? അതായത് കുട്ടി ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. കുട്ടി എയിൽ നിന്ന് ഡിയിലേക്ക് എത്തി. ഇതൊക്കെ ഒരു പോയിൻ്റാണ്. ഇത് 40, ഓരോന്നും 40 എന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ആ കുട്ടി എയിൽ നിന്ന് ഡിയിലേക്ക് എത്തിയ ശേഷം അതിനുശേഷം എയിലേക്ക് വീണ്ടും തിരിച്ചു വരാണ് എങ്കിൽ എത്രയായിരിക്കും അവിടുത്തെ ദൂരം എന്ന് പറയുന്നത്? ടോട്ടൽ ദൂരം എത്രയാണ്? 80. അങ്ങോട്ട് പോകുമ്പോൾ 80 വന്നിട്ടുണ്ട്, തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും 80 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയെന്ന് പറയാം? 160 ആണെന്ന് പറയാം അല്ലേ? 160 അവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാലോ, കുട്ടി ആദ്യം നിന്നിടത്ത് സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ന് പറയാം? 0 ആണ് സ്ഥാനാന്തരം എന്ന് പറയാം. ഇവിടെ ആദ്യസ്ഥാനം അന്ത്യസ്ഥാനം ഒന്ന് തന്നെയല്ലേ? ആദ്യസ്ഥാനം എന്ന് പറയുന്നതും അന്ത്യസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് സഞ്ചരിച്ച ദൂരത്തിന് തുല്യമോ കുറവോ 0 ആകാം എന്ന് പട്ടികയിൽ നിന്ന് വ്യക്തമായി അല്ലേ? സ്ഥാനാന്തരം എന്ന് പറയുന്നത് കുറവാവാം, കൂടുതലാവാം, അല്ലെങ്കിൽ 0 ആകാം എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ്, സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരുന്ന സന്ദർഭങ്ങൾ എഴുതുക. ഏതൊക്കെ സന്ദർഭമാണ്? എയിൽ നിന്ന് ബിയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്ഥാനാന്തരവും എന്താണ്? അതുപോലെ തന്നെ സ്ഥാനാന്തരം സെയിം തന്നെയാണ്, 40 തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ സഞ്ചരിച്ച ദൂരം സെയിം തന്നെയാണ് വന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സന്ദർഭം അതിൽ നോക്കി എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുട്ടി പി എന്ന സ്ഥാനത്ത് നിന്ന് ക്യൂ വഴി സഞ്ചരിച്ച 2 വ്യത്യസ്ത പാതകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു കുട്ടി പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് സഞ്ചരിക്കുകയാണ്, ആറിലേക്ക് എത്താണ്. അപ്പോൾ 2 വ്യത്യസ്ത പാതകൾ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കിയേ. ഒന്ന്, ആ കുട്ടി ഇങ്ങനെ പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോയത് ഈ ഒരു ഭാഗത്തേക്കാണ് അല്ലേ? ത്രികോണം പോലെ അല്ലേ? അങ്ങനെ നടന്നിട്ട് പിന്നെ വീണ്ടും ആറിലേക്ക് പോയി. നമുക്ക് അങ്ങനെയും വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരെയും വരയ്ക്കാമല്ലോ. പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോയി, ക്യൂയിൽ നിന്ന് ആറിലേക്ക് പോയി, അല്ലെങ്കിൽ എസിലേക്ക് പോയി, അങ്ങനെയും വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 2 തരത്തിൽ എന്ത് വരയ്ക്കാനായിട്ട് പറ്റും? പാതകൾ കറക്റ്റ് വരയ്ക്കാനായിട്ട് പറ്റും അല്ലേ? നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ജംഗ്ഷനിൽ പോകണം വീട്ടിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 പാതകൾ ഉണ്ടായിരിക്കും. ഒന്ന് നമുക്ക് കുറച്ചധികം ദൂരമുള്ള സ്ഥലം ഉണ്ടായിരിക്കും, ഒന്ന് നമുക്ക് കുറച്ച് ദൂരമുള്ള സ്ഥലം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഏത് പാത്തായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചിത്രം 2.2 എയിൽ സഞ്ചരിച്ച ദൂരം എത്രയാണ്? സ്ഥാനാന്തരം എത്രയാണ്?
എത്രയായിരിക്കും? സഞ്ചരിച്ച ദൂരം എത്രയാണ്? സഞ്ചരിച്ച ദൂരം എത്രയാണ്? സ്ഥാനാന്തരം എത്രയാണ്? സഞ്ചരിച്ച ദൂരം എത്രയാണ് വന്നിരിക്കുന്നത് നോക്കിയേ. പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോയി, ക്യൂവിൽ നിന്ന് ആറിലേക്ക് പോയി അല്ലേ. അപ്പോൾ 60 + 40 അല്ലേ. 60 + 40 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 120 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഈ 120 ആണ് അവിടുത്തെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ഇനി സ്ഥാനാന്തരം ചോദിക്കുകയാണെങ്കിലോ, സ്ഥാനാന്തരം എന്ന് വെച്ചാൽ എത്രയാണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഒരു ചെറിയ അവിടെ എടുക്കുന്ന ചെറിയൊരു അളവായിരിക്കും. അതായത് പിയിൽ നിന്ന് ആറിലേക്ക് നമുക്ക് പോയിരിക്കുന്നത് എങ്ങനെയാണ് നോക്കി നോക്കിയേ. എത്രയാണ്? ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് പി ആണ്, അന്ത്യസ്ഥാനം എന്ന് പറയുന്നത് ആറാണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ എത്രയാണ്? 80 മീറ്റർ എന്ന് കിട്ടിയില്ലേ. അപ്പോൾ 80 മീറ്റർ ആണ് ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇനി ചിത്രം 2.2b നോക്കൂ. അവിടെ നോക്കുകയാണെങ്കിൽ സഞ്ചരിച്ച ദൂരം എത്രയാണ്? ദൂരം എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന് എസ്സിലേക്കാണ് എങ്കിൽ പി ക്യൂ ക്യൂ എസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 + 40 60 + 40 തന്നെയാണ്. അപ്പോൾ എത്ര കിട്ടി? 100 ആണ് അവിടുത്തെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ഇനി സ്ഥാനാന്തരം എന്ന് വെച്ചാൽ എത്രയാണെന്ന് നോക്കി നോക്കിയേ. പിയിൽ നിന്ന് എസ്സിലേക്കുള്ള സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എത്രയാണ്? ആദ്യത്തെ സ്ഥാനം അന്ത്യസ്ഥാനം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാമല്ലേ. ആദ്യ സ്ഥാനം അന്ത്യസ്ഥാനം തമ്മിലുള്ള ദൂരം നോക്കാമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എത്രയാണ്? 100 മീറ്റർ തന്നെയാണ് അല്ലേ. 60 + 40 100 മീറ്റർ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇവിടെ ഏത് സന്ദർഭത്തിലാണ് സ്ഥാനാന്തരത്തിൻ്റെ അളവും ദൂരത്തിൻ്റെ അളവും തുല്യമായത്? ഏതിലാണ്? ബിയിലാണ് അല്ലേ. ബിയിൽ നോക്കിയപ്പോൾ നമുക്ക് പറഞ്ഞു ദൂരം എന്ന് പറയുന്നത് 60 + 40 120 ആണ്. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ആദ്യസ്ഥാനം അന്ത്യസ്ഥാനം തമ്മിലുള്ള ദൂരം നോക്കിയപ്പോൾ നമുക്ക് എത്ര തന്നെയാണ് കിട്ടിയിട്ടുള്ളത്? 60 + 40 100 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സന്ദർഭമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും മൂല്യം തുല്യമാകുന്നത്. എന്താണ് മനസ്സിലായത്? ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും മൂല്യം തുല്യമായെന്ന് മനസ്സിലായി അല്ലേ. നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിച്ചു. നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിച്ചപ്പോഴാണ് രണ്ടും ഈക്വലായിട്ട് വന്നത്. നെക്സ്റ്റ് എന്താണ്? ഒരാളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ദൂരം, സ്ഥാനാന്തരം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ദൂരം എന്ന് വെച്ചാൽ എന്താണ്? സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെയാണ് എന്ന് പറയുന്നത് ദൂരം എന്ന് പറയുന്നത് അല്ലേ. സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെയാണ് ദൂരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എന്ന് വെച്ചാൽ എന്താണ്? നേർരേഖാപാതയിലൂടെയുള്ള ഒരേ ദിശയിലേക്കുള്ള ചലനം അല്ലേ. അവ അന്ത്യസ്ഥാനവും ആദ്യസ്ഥാനവും തമ്മിലുള്ള അല്ലേ, ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ആ ദൂരത്തെയാണെന്ന് പറയുന്നത് സ്ഥാനാന്തരം എന്ന് പറയുന്നത് അല്ലേ. straight line distance between the initial position and final position in a definite direction അല്ലേ. ഡയറക്ഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേർരേഖ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടിയാണ് ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇനി ഈ ദൂരത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 ആയിട്ട് വരുന്നുണ്ടോ വാല്യൂസ്? ഇല്ല, വാല്യൂസ് 0 ആയിട്ട് വരുന്നില്ല. സ്ഥാനാന്തരത്തിലാണെങ്കിൽ 0 ആയിട്ട് വരുന്നുണ്ട്. ആ കുട്ടി ഇപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റത്തെ ഒരു കണ്ടില്ലേ, ആ കുട്ടി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് ആയപ്പോൾ വീണ്ടും ആ കുട്ടി ബിയിലേക്ക് തന്നെ എത്തിയപ്പോൾ അവിടുന്ന് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ദൂരം എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ് അല്ലേ, അവിടെ ദിശ ചേർത്ത് പറയുന്നില്ല. സ്ഥാനാന്തരമാണെങ്കിൽ സദിശ അളവാണ്, അവിടെ എന്താണ്? ദിശ ചേർത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദൂരം സ്ഥാനാന്തരം ക്ലിയർ ആയല്ലോ. ഇനി ഒരു സ്കൂളിലെ ക്ലാസ് റൂമുകളും മറ്റു ചില ഭാഗങ്ങളും തന്നിട്ടുണ്ട്, അത് എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് നോക്കിയിട്ടൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് നോക്കാം. പറഞ്ഞു പോകണോ? ഇവിടെ നമുക്ക് 15 മീറ്റർ 60 മീറ്റർ എന്നുള്ള അളവാണ് നമുക്ക് തന്നിരിക്കുന്നത്. കുട്ടി എന്താ പറയുന്നത്? ഇൻ്റർവെൽ സമയത്ത് 9B ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി 9B എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ നോക്കി നോക്കി 9B എന്ന് പറയുന്നത് ഇതാണ് 9B എന്ന് പറയുന്നത്. ഈ 9Bയിൽ നിന്ന് ഒരു കുട്ടി സ്റ്റാഫ് റൂമിൽ പോയ ശേഷം, ആൾ സ്റ്റാഫ് റൂമിൽ പോയിട്ടുണ്ട് അല്ലേ. ഇതാണ് സ്റ്റാഫ് റൂം എന്ന് പറയുന്നത്. സ്റ്റാഫ് റൂമിൽ പോയ ശേഷം ആ കുട്ടി എങ്ങോട്ട് പോവാണ്? രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ സമീപവും ആ കുട്ടി പോയി.
എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ പോയിട്ട് ഓഫീസ് വഴി അല്ലേ, ഓഫീസ് എന്ന് പറയുന്നത് ഇതാണ്, ഓഫീസ് വഴി വീണ്ടും തിരിച്ചിട്ട് സ്കൂളിലേക്ക് 9Bയിലേക്ക് തന്നെ എത്താണ്, ആ കുട്ടിയുടെ ക്ലാസ്സിലേക്ക് എത്താണ്. മനസ്സിലായാലോ? ഒരു കുട്ടി നേരെ ചെന്നിട്ട് എന്ത് പോയി, സ്റ്റാഫ് റൂമിൽ പോയി ടീച്ചർ കാണാൻ പോയി. എന്നിട്ട് ആ കുട്ടി നേരെ ഈ ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടല്ലോ അവിടേക്ക് പോയി. പ്രതിമയുടെ അടുത്ത് പോയിട്ട് പിന്നെ ആ കുട്ടി ആ വഴി നേരെ ഓഫീസുണ്ട് അവിടെ, ഓഫീസ് കഴിഞ്ഞിട്ടാണ് 9B വരുന്നത്. അങ്ങനെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ആൾ 9Bയിലേക്ക് എത്തുന്നത്. എങ്കിൽ ആ കുട്ടിയുടെ സഞ്ചാരമാണ് ചോദിച്ചിരിക്കുന്നത്. 9B ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെത്തുമ്പോൾ, ഇതാണ് 9B എന്നറിയുന്നത്. ഈ കുട്ടി സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇവിടെ എത്രയാണ് ദൂരം? 15 മീറ്റർ ആണല്ലേ, 15 മീറ്റർ അല്ലേ, 15 മീറ്റർ ആണ് ദൂരം എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെയാണ്? 15 മീറ്റർ തന്നെയാണ് അല്ലേ. ആദ്യ സ്ഥാനം നോക്കി ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ 15 മീറ്റർ തന്നെയാണ്. അപ്പോൾ 15 മീറ്റർ തന്നെയാണെന്ന് നമുക്ക് എഴുതാം. ഇനി 9B ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂം വഴി ആ കുട്ടി രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ അരികിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ, അരികിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ കുട്ടി സഞ്ചരിച്ച ദൂരം എത്രയാണ്? 15 ഉണ്ട് പ്ലസ് എത്രയാണ്? 70 ഉണ്ട് അല്ലേ. സ്റ്റാഫ് റൂമും ഗാന്ധിജിയുടെ പ്രതിമയും തമ്മിലുള്ള ഡിഫറൻസ് 70 ആണ്, അല്ല ദൂരം എന്ന് പറയുന്നത് 70 ആണ്. അപ്പോൾ 15 + 70 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 85 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ 85 ആണ് ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. ഈ സ്ഥാനാന്തരമാണെന്നുണ്ടെങ്കിലോ 9Bയിൽ നിന്ന് ഗാന്ധിജിയുടെ പ്രതിമയിലേക്ക് ഇങ്ങനെ വളഞ്ഞിട്ടും പോവാം, നേരെയും പോവാം അല്ലേ. അപ്പം നേരെ പോയതാണ് നമ്മളെപ്പോഴും സ്ഥാനാന്തരം എടുക്കുക. എങ്കിലും ഇവിടെ എത്രയാണ് വരിക? 60 മീറ്റർ എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. എത്രയാണ്? 60 മീറ്റർ ആണ്. ഇനി 9B ക്ലാസ് റൂമിൽ തിരിച്ചെത്തുമ്പോൾ, 9B ക്ലാസ്സിൽ റൂമിൽ തിരിച്ചെത്താണ് എങ്കിൽ എത്രയായിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? എത്രയായിരിക്കും? 15 ഉണ്ട്, 70 ഉണ്ട്, പിന്നെ ഇവിടെ എത്രയാണ്? ഇവിടെ നിന്ന് പോകുമ്പോൾ 80 ഉണ്ട് അല്ലേ, 80 ഉണ്ട് അല്ലേ. 15 ഉണ്ട്, 70 ഉണ്ട്, 80 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 80 15 + 70 + 80 പ്ലസ് ഇവിടെ 15 മീറ്ററും കൂടി ഉണ്ട് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 15 മീറ്റർ ആണ്. അപ്പോൾ ഈ 15 മീറ്റർ 15 70 80 15 കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും. അപ്പോൾ 180 ആണ് അവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. കുട്ടി തിരിച്ചെത്തുന്ന ദൂരം എന്ന് പറയുന്നത് 180 ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് അവിടെ വല്ലതും നടന്നിട്ടുണ്ടോ? ഇല്ല. കുട്ടി നിന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ ആ കുട്ടി തിരിച്ചെത്താണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് വേർഡിലേക്ക് കടക്കാണ്. പ്രവേഗം എന്ന് പറയുന്നത് ദൂരം സ്ഥാനാന്തരം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. പ്രവേഗം എന്ന് പറയുന്നതാണ് വെലോസിറ്റി. ഒരു കുട്ടിയുടെ സഞ്ചാരപാതയുടെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത്. P എന്ന സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ച കുട്ടി Q വഴി R എന്ന സ്ഥലത്തെത്താൻ 18 സെക്കൻഡ് സമയമെടുത്തു. അതായത് ഒരു കുട്ടിയുടെ സഞ്ചാരപാത നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ P എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ കുട്ടി യാത്ര ആരംഭിച്ച് Q വഴി നേരെ എങ്ങോട്ട് പോവാണ്? R എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് ആ കുട്ടിക്ക് ടോട്ടലായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് 18 സെക്കൻഡാണ്. 18 സെക്കൻഡ് ആണ്. Pയിൽ നിന്ന് Qയിലേക്കാണെങ്കിൽ 8 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. Qയിൽ നിന്ന് Rലേക്കാണെങ്കിൽ 10 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ദൂരവും തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? Pയിൽ നിന്ന് Q വഴി R എന്ന സ്ഥലത്ത് എത്താൻ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്? എത്രയാണ് ആകെ ദൂരം? R വഴിയാണ് എത്തേണ്ടത് അല്ലേ. R വഴിയാണ് എത്തേണ്ടത്. നമ്മുടെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നതാണ് 6 ആണ്. എത്രയാണ്? 40 + 50 അല്ലേ. 40 + 50 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 90 അല്ലേ വരുന്നത്. അപ്പോൾ 90 ആണ് അവിടുത്തെ ആകെ ദൂരം എന്ന് പറയുന്നത്. എത്രയാണ്? 90 ആണ്. ഇനി കുട്ടി Pയിൽ നിന്ന് Q വഴി Rലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടിയുടെ വേഗം എത്രയാണ്? അപ്പോൾ നമുക്ക് വേഗം അറിയണം. അപ്പോൾ വേഗം അറിയുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? വേഗത = എന്താണ്? ദൂരം / സമയമാണ്. വേഗത = എന്താണ്? വേഗത = ദൂരം / സമയമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് ഒരു കുട്ടി Pയിൽ നിന്ന് Q വഴി Rലേക്ക് യാത്ര ചെയ്തു എങ്കിൽ കുട്ടിയുടെ വേഗം എത്രയാണ്? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ദൂരം / സമയം ചെയ്യാം. ദൂരം എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്? എത്രയാണ് ദൂരം എന്ന് പറയുന്നത്? എത്രയാണ് ദൂരം? ആകെ ദൂരം എത്രയാണ്? 40 + 50 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 90/90 എത്രയാണ്? സമയം എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 40 മീറ്റർ അല്ലേ. 8 സെക്കൻഡ് തന്നിട്ടുണ്ട്, 10 സെക്കൻഡ് അല്ലേ. Qയിൽ നിന്ന് Rലേക്ക് 10 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 10 + 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 + 8
എത്രയാണ് 18 അല്ലേ 18. അപ്പോൾ 90/18 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും 5 എന്നുള്ളത് കിട്ടും. അപ്പോൾ 5 മീറ്റർ/സെക്കൻഡ് ആണ് ആ കുട്ടിയുടെ വേഗം എന്ന് പറയുന്നത്. അപ്പോൾ വേഗത എന്ന് പറയുമ്പോൾ ദൂരം ബൈ സമയമാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, അളവുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് 40 + 50 90 ബൈ ആകെ സമയം എന്ന് പറയുന്നത് 8 + 10 18 ഡിവൈഡ് ചെയ്തപ്പോൾ 5 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടിയേ. ഇനി കുട്ടിക്ക് ഉണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? കുട്ടിക്ക് ഇവിടെ ഉണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? 72 മീറ്റർ ആണ് അല്ലേ. നേർരേഖയിലൂടെയുള്ള അല്ലെങ്കിൽ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 72 മീറ്റർ ആണ്. അപ്പോൾ കുട്ടിക്ക് ഉണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? 72 മീറ്റർ ആണ്. 72 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചത് 18 സെക്കൻഡ് സമയം കൊണ്ടല്ലേ അല്ലേ? 18 സെക്കൻഡ് സമയം കൊണ്ടാണ് അല്ലേ. നമ്മൾ 10 + 8 18 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എത്ര സെക്കൻഡാണ് അവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 18 സെക്കൻഡ് കൊണ്ടാണ് ആ കുട്ടിക്ക് എത്ര സ്ഥാനാന്തരം ഉണ്ടായിട്ടുള്ളത്? 72 മീറ്റർ ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഒരു സെക്കൻഡിനുണ്ടായ സ്ഥാനാന്തരം എങ്ങനെയാണ് കണക്കാക്കാം? 72 മീറ്ററിൽ 18 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിനുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കുന്നത് എങ്ങനെയാണ്? സ്ഥാനാന്തരം ഒരു സെക്കൻഡിൽ ഉള്ളത് എങ്ങനെ കണ്ടാൽ 72/18 ചെയ്യുക. അപ്പോൾ നമുക്ക് 40 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം കിട്ടി നമുക്ക്. അപ്പോൾ ഈ ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം ഉണ്ടല്ലോ, അതിനെയാണ് പ്രവേഗം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരത്തെയാണ് പ്രവേഗം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയാം ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയാം. ഇതിൻ്റെ ദിശ ഏതാണ് വരുന്നത്? നോക്കിയേ. ദിശ പിയിൽ നിന്ന് ആറിലേക്കല്ലേ ദിശ വരുന്നത് അല്ലേ? ദിശ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ പിയിൽ നിന്ന് ആറിലേക്കാണ് ദിശ വരുന്നത്. സ്ഥാനാന്തരത്തിൻ്റെയും പ്രവേഗത്തിൻ്റെയും ദിശ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. സ്ഥാനാന്തരത്തിൻ്റെയും പ്രവേഗത്തിൻ്റെയും ദിശ എന്ത് തന്നെയാണ്? സെയിം ഡയറക്ഷൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പ്രവേഗം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? സ്ഥാനാന്തരം ബൈ സമയമാണ്. സ്ഥാനാന്തരം ബൈ സമയമാണ്. സ്ഥാനാന്തരം ബൈ സമയം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതായത് V = V ആണ് പ്രവേഗം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. V വെലോസിറ്റി അല്ലേ, S/T ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഇനി യൂണിറ്റ് എങ്ങനെ കാണാം? നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് S എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലേ. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് അറിയാം. ബൈ സമയത്തിൻ്റെ യൂണിറ്റ് എത്രയാണ്? സെക്കൻഡ് ആണ്. എങ്കിൽ നമുക്കിവിടെ എത്ര കിട്ടി? മീറ്റർ/സെക്കൻഡ് ആണ് പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് പ്രവേഗം എന്ന് പറയുന്നത്. പ്രവേഗം എന്ന് പറയുന്ന ഒരു സദിശ അളവാണ്. ദിശ ചേർത്ത് പറയുന്ന അളവിനെയാണ് എന്ന് പറയുന്നത് സദിശ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെയും ദിശ എന്ന് പറയുന്നത്. സ്ഥാനാന്തരത്തിൻ്റെ ദിശ ഏതാ തന്നെയാണ്? അത് തന്നെയാണ് അവിടെ പ്രവേഗത്തിന് ദിശയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനാന്തരം അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല അല്ലേ. ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനാന്തരം നമ്മൾ നേരത്തെ ബിയിലേക്ക് എത്തി പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോയി, ക്യൂയിൽ നിന്ന് ആറിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പ്രവേഗം കണക്കാക്കാനായിട്ട് പക്ഷേ വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം നോക്കണം അല്ലേ. ഇവിടെ നമുക്ക് സ്ഥാനാന്തരം കണക്കാക്കുന്നതിനായിട്ട് നമുക്ക് അവിടെ സമയം നോക്കേണ്ട വന്നോ? ഇല്ല, അവിടെ സമയം നോക്കേണ്ട വന്നിട്ടില്ല. സ്ഥാനാന്തരം നമ്മൾ നേരെ ഡിസ്റ്റൻസ് നോക്കി എടുക്കുക ചെയ്താൽ. പക്ഷേ ഇവിടെ നമുക്ക് വേഗം കണക്കാക്കുന്നതിന് വേണ്ടി ദൂരം ബൈ സമയം എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട വന്നല്ലോ. അപ്പോൾ അവിടെ സമയം നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. അതായത് എന്താ പറയുന്നത്? ഒരു പ്രവേഗം കണക്കാക്കാനായിട്ട് പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുക്കുന്ന ആകെ സമയം തന്നെയാണ് അവിടെ എന്തെടുത്തത്? സമയമായിട്ട് കണക്കാക്കിയത് അല്ലേ, പ്രവേഗം കണക്കാക്കിയപ്പോൾ. നെക്സ്റ്റ്, പാഠാരംഭത്തിൽ കുട്ടി ഉന്നയിച്ച സംശയം ഇനി പരിഗണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റെയിൽ പാലത്തിലൂടെ തീവണ്ടി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, ട്രെയിൻ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടെയാണ് സഞ്ചരിക്കുന്നത്. 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനാണ് എന്ന് വെച്ചാൽ എത്രയാണ് നീളം? ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ 20 മീറ്റർ/സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 20 മീറ്റർ/സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. പ്രവേഗമാണെന്ന് തന്നിട്ടുണ്ട്. പ്രവേഗം നമുക്ക് 20 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. ഈ ട്രെയിൻ 800 മീറ്റർ നീളമുള്ള ഒരു നായർപാലം കടക്കാൻ എത്ര സമയമെടുക്കും? 800 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാലത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്, നമുക്ക് ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്?
പ്രവേഗവും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കണക്കാക്കാനായിട്ട് പറ്റും? നമുക്കറിയാം, നമുക്കിവിടെ സമയമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സമയം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? സമയം ഇസ് ഈക്വൽ ടു എന്താണ്? സമയം കാണുന്നതിനുള്ള ഇക്വേഷൻ അറിയോ? എന്താണ്? എസ് ബൈ വി ആണ്. ഓക്കെ, സമയം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ബൈ വി, അതായത് സ്ഥാനാന്തരം ബൈ പ്രവേഗമാണ് സമയം കണക്കാക്കാനുള്ളത്. നമുക്ക് വേഗതയും ദൂരം വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാം. നമുക്ക് പ്രവേഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സ്ഥാനാന്തരം ബൈ പ്രവേഗം എന്ന് പറയുന്ന ഇത് തന്നെ എടുക്കണം. ഓക്കെ, ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? സ്ഥാനാന്തരം എന്ന് വെച്ചാൽ എന്താണ്? 2 നീളം പ്ലസ് ചെയ്താൽ മതി അല്ലേ? പാലത്തിൻ്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഏഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്ര കിട്ടി? 1000 മീറ്റർ എന്ന് കിട്ടും. 800 + 200 ചെയ്യുമ്പോൾ 1000 മീറ്റർ എന്ന് കിട്ടും. ഇനി പ്രവേഗം എന്ന് പറയുന്നത് 20 മീറ്റർ/സെക്കൻഡ് ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എങ്കിൽ സമയം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടി ഇസ് ഈക്വൽ ടു എസ് ബൈ വി, അതായത് 1000/20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 50 സെക്കൻഡ് എന്ന് കിട്ടി. 50 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ഈ 50 സെക്കൻഡാണ് അവിടുത്തെ സമയം എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പ്രവേഗവും ദൂരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ പ്രവേഗം ദൂരം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വേണം. നമുക്ക് പ്രവേഗം ദൂരമില്ല, പ്രവേഗം സ്ഥാനാന്തരം തമ്മിലുള്ള ഇക്വേഷൻ നമുക്കറിയാം. വി ഇസ് ഈക്വൽ എസ് ബൈ ടി ആണെന്നുള്ളത്, അത് പഠിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രം 2.4 പി മുതൽ ക്യൂ വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും കണക്കാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ചിത്രം 2.4 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നില്ലേ? എവിടെയാണ് ആ ഒരു ത്രികോണം വെച്ചത്? ഇതല്ലേ, ഇതാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പിക്ചർ ഉണ്ടായിരുന്നത്. പി ക്യു ആർ ഇവിടെ 40, 50, 72, പിന്നെ 8 സെക്കൻഡും 10 സെക്കൻഡും നോക്കാം കേട്ടോ. 8 സെക്കൻഡ് 10 സെക്കൻഡാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കുട്ടിയുടെ വേഗവും പ്രവേഗവും കണക്കാക്കണം. വേഗം എന്ന് വെച്ചാൽ എന്താണ്? ദൂരം ബൈ സമയമാണ്. വേഗം എന്ന് വെച്ചാൽ എന്താണ്? ദൂരം ബൈ സമയമാണ്. അപ്പോൾ ഇവിടുത്തെ ദൂരം എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത്? എത്രയാണെന്ന് നോക്കി. ദൂരം എന്ന് പറയുന്നത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് പിയിൽ നിന്ന് ക്യൂ വരെയുണ്ട്. പിയിൽ നിന്ന് ക്യൂ വരെയാണ്. അപ്പോൾ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അപ്പോൾ 40/, നമുക്ക് എന്ത് ചെയ്താം? 40/, എവിടെ എഴുതും? ഇവിടെ എഴുതാം. 40/, എത്രയാണ്? സമയം എത്രയാണ്? ഫസ്റ്റത്തെ എത്രയാണ്? പിയിൽ നിന്ന് ക്യൂവിലേക്ക് 8 സെക്കൻഡാണ്. അപ്പോൾ 40/8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ 5 ആണ് അവിടുത്തെ എന്ന് പറയുന്നത് വേഗം എന്ന് പറയുന്നത് അല്ലേ? വേഗം എന്ന് പറയുന്നത്. ഇനി പ്രവേഗം കാണാനായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു. പ്രവേഗം കാണാനായിട്ട് സ്ഥാനാന്തരമായി സമയമാണ്. പ്രവേഗം കാണാനായിട്ട് എന്താണ് ഇക്വേഷൻ? സ്ഥാനാന്തരമായി സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരമായി സമയമാണെന്ന് പഠിച്ചു. എങ്കിൽ സ്ഥാനാന്തരമായി സമയം എന്ന് പറയുമ്പോൾ എസ് ബൈ ടി ആണ്. സ്ഥാനാന്തരം എത്രയാണ് അവിടെ വന്നിരിക്കുന്നത്? എത്രയാണ് സ്ഥാനാന്തരം? 40 തന്നെയല്ലേ അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്? അതെ, 40 തന്നെയാണ്. സമയം എത്രയാണ്? 8 സെക്കൻഡ് തന്നെയാണ്. അപ്പം നമുക്ക് 40/8 എന്ന് എഴുതാം. 40/8 ഈക്വൽ എത്രയാണ്? 5 തന്നെയാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടും നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. 5 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണെന്ന് മനസ്സിലായി? സെയിം തന്നെയാണെന്ന് മനസ്സിലായി അല്ലേ? അതായത് പിയിൽ നിന്ന് ക്യൂയിലേക്ക് നേർരേഖയിലൂടെയാണ് സഞ്ചരിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നേർരേഖയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൂരമാണെങ്കിലും സ്ഥാനാന്തരമാണെന്നുണ്ടെങ്കിലും ദൂരമാണെങ്കിലും വേഗമാണെങ്കിലും പ്രവേഗമാണെങ്കിലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 25 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 400 മീറ്റർ ദൂരം സഞ്ചരിച്ചുവെങ്കിൽ ഇതിനെടുത്ത സമയം കണക്കാക്കുക. 25 മീറ്റർ/സെക്കൻഡ് പ്രവേഗം. അപ്പോൾ നമുക്ക് അവിടെ എന്താണ്? പ്രവേഗം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പ്രവേഗം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. 25 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടെ നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേർരേഖയിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ആണെങ്കിലും ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണെന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ ആ ഒരു വേർഡ് സൂക്ഷിച്ച് നോക്കാം. നേർരേഖ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ദൂരവും സ്ഥാനാന്തരവും സെയിം ആണ്.
ഒരു വാഹനം 400 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ നമുക്ക് അത് തന്നിട്ടുണ്ട്, ദൂരം നമുക്ക് തന്നിട്ടുണ്ട് 400 മീറ്റർ എന്ന ദൂരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൂരം തന്നെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തിടാം, ദൂരം എന്ന് പറയുന്നത് സ്ഥാനാന്തരമാണെങ്കിൽ സ്ഥാനാന്തരം നമുക്ക് 400 തന്നിട്ടുണ്ടെന്ന് പറയാം. എങ്കിൽ ഇതിനടുത്ത സമയം കണക്കാക്കുക. അപ്പോൾ പ്രവേഗം എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് വന്ന കാരണം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, v = s/t എന്നായിരിക്കും. v = s/t എന്നായിരിക്കും. നമുക്ക് സമയമാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് t = എന്ന് എഴുതാം, s/v എന്ന് എഴുതാം. s എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം തന്നെയാണെങ്കിൽ 400 അല്ലേ, സെയിം തന്നെയാണ്, റേഗിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് 400 നമുക്ക് എന്ത് എഴുതാം, v 25 നമുക്ക് എഴുതാം. 400/25 എന്ന് പറയുമ്പോൾ എത്രയാണ്, 400 ഡിവൈഡ് ചെയ്യുക, 25 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, എത്ര കിട്ടി, 16 സെക്കൻഡ് എന്ന് കിട്ടിയില്ലേ. ഇപ്പോൾ 16 സെക്കൻഡാണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതൊന്ന് കാണാം കേട്ടോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 36 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ 1 മിനിറ്റിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ഥാനാന്തരമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, പ്രവേഗമുണ്ട്, സമയം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 1 മിനിറ്റിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, മിനിറ്റിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണും, ഇക്വേഷൻ എന്താണ്, v = s/t അല്ലേ, v = s/t. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്, സ്ഥാനാന്തരമാണ്. അപ്പോൾ s = v × t എന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. v എന്ന് വെച്ചാൽ എന്താണ്, പ്രവേഗമാണ്, 36 മീറ്റർ/സെക്കൻഡ് ആണ്. 36 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡിലാണ് നമ്മൾ സമയം എഴുതുന്നത് എങ്കിൽ 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്, 60 സെക്കൻഡ് ആണല്ലോ. 36 × 60 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 2160 എന്ന് കിട്ടി. അപ്പോൾ 2160 ആണ് അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ, ക്ലിയർ ആയെന്ന് വിചാരിക്കേണ്ടോ. നെക്സ്റ്റ് എന്താണ്, സമപ്രവേഗവും അസമപ്രവേഗവും. സമപ്രവേഗം, അസമപ്രവേഗം. 3 കാറുകൾ 200 മീറ്റർ ദൂരം സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കാറുകളുടെ ചലനങ്ങൾ നോക്കുക, എന്നിട്ട് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർ എ ഉണ്ട്, ബി ഉണ്ട് അല്ലേ, കാർ എ ഉണ്ട്, ബി ഉണ്ട്. എയിൽ നിന്ന് എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര മീറ്റർ എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്, കാർ എയുടെ പ്രവേഗം എല്ലായ്പ്പോഴും തുല്യമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, പ്രവേഗം തുല്യമാണോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ, പ്രവേഗം എപ്പോഴും തുല്യമാണോ നോക്കിയൊക്കെ. ഇവിടെ നമുക്ക് പ്രവേഗം കാണുന്നതിനായിട്ട് v = s/t എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. v = s/t, v = s/t ആണ്. നമുക്ക് s എന്ന് പറയുമ്പോൾ അന്ത്യപ്രവേഗം അല്ല, സോറി, സ്ഥാനം ആദ്യ സ്ഥാനം തമ്മിലുള്ള ദൂരമാണ് എങ്കിൽ നമുക്കിവിടെ നമുക്ക് എന്ത് ചെയ്താൽ 10ൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ എത്രയാണ്, 10 തന്നെയാണ്. ബൈ എത്ര സെക്കൻഡ് കൊണ്ടാണ്, 1 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ 10/1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 10 എന്നുള്ളത് കിട്ടി. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 20ഉം 10ഉം നമുക്ക് തന്നിട്ടുണ്ട്. അന്ത്യം എന്ന് പറയുമ്പോൾ 20 ആണ്, ആദ്യം എന്ന് പറയുന്നത് 10 ആണ് എങ്കിൽ 20 - 10 എന്ന് പറയുമ്പോൾ എത്രയാണ്, 10 ആണ് അല്ലേ. 10 സമയം എത്രയാണ്, 2 സെക്കൻഡ് അല്ലേ. 2 സെക്കൻഡിൽ നിന്ന് 1 സെക്കൻഡ് കുറച്ചാൽ എത്രയാണ്, 1 സെക്കൻഡാണ്. ക്ലിയർ ആയോ? അതായത് നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്, കുറേ പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ 2 പോയിന്റ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 മീറ്റർ 10 മീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 10 മീറ്റർ തന്നെയാണ്. അതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് നമുക്ക് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ഥാനാന്തരം ബൈ സമയം എന്നാണ്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്, 10ൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ എത്രയാണ്, 10 തന്നെയാണ്. 10/10 നമുക്ക് എത്ര കിട്ടുക, 1ൽ നിന്നും 0 കുറയ്ക്കുമ്പോൾ എത്രയാണ്, സെക്കൻഡ് 1. 10/1 = 10 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കുമ്പോൾ 10ഉം 20ഉം അതുപോലെ തന്നെ 1 സെക്കൻഡും 2 സെക്കൻഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാനായിട്ട് പറ്റും, നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതായത് സ്ഥാനാന്തരം ബൈ സമയമാണ്. അതായത് സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ 20 - 10 അല്ലേ. അതെ, ആദ്യത്തെ സ്ഥാനം സ്ഥാനം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 20ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ എത്രയാണ്, 10 ആണ്. ബൈ സമയം നോക്കുകയാണെങ്കിൽ 2ൽ നിന്ന് 1 കുറച്ചു, 2ൽ നിന്ന് 1 കുറച്ച് എത്രയാണ്, 1 ആണ്. അപ്പോൾ 10/1 10 എന്ന് കിട്ടി. അതുപോലെ തന്നെയല്ലേ നെക്സ്റ്റ് നോക്കി 30ൽ നിന്ന് 20 കുറച്ചപ്പോൾ എത്ര കിട്ടി, 10 എന്ന് കിട്ടി. 10/3ൽ നിന്ന് 2 കുറച്ചപ്പോൾ 1 കിട്ടിയല്ലോ, 10. അപ്പോൾ അവിടെ 10 തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലായിടത്തും സെയിം തന്നെയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്ന് മനസ്സിലായി. തുല്യ സമയമാണ് അല്ലേ, അതുപോലെ തന്നെ തുല്യ ഡിസ്റ്റൻസ് ആണ് അല്ലേ.
തുല്യ ഡിസ്റ്റൻസിൽ, അതായത് സെയിം ഡിസ്റ്റൻസിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്, അതുപോലെ തന്നെ സെയിം ടൈമിൽ തന്നെയാണ് ഇത് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് കാർ ബിയുടെ പ്രവേഗം നോക്കുക. കാർ ബിയുടെ പ്രവേഗം നോക്കുകയാണെങ്കിൽ എന്താണ്, 0-ൽ നിന്ന് 10 വരെ നോക്കുമ്പോൾ 10 എന്ന് കിട്ടി, ബൈ 0-ൽ നിന്ന് 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1, അപ്പോൾ 10/1 = 10. ഇവിടെ ഓക്കെ ക്ലിയർ, 10. ഇനി 30ഉം 10ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 30-ൽ നിന്ന് 10 ആക്കുമ്പോൾ 20ആണ്. 20 ബൈ സമയം എത്രയാണ്, 1ഉം 2ഉം അല്ലേ, അപ്പോൾ 2-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്രയാണ്, 1ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി, 20ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി 40, 30 നോക്കുകയാണെങ്കിലോ, 40-ൽ നിന്ന് 30 കുറച്ച് എത്രയാണ്, 10ആണ്, ബൈ 3-ൽ നിന്ന് 2 കുറച്ച് എത്രയാണ്, 1ആണ്. അപ്പോൾ ഇവിടെ 10ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഡിഫറൻസ് ആണ് അല്ലേ, 10 കിട്ടി, 20 കിട്ടി, 10 കിട്ടി, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലായി. അതായത് ഇവിടെ എന്താണ്, ഡിഫറെൻ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഡിഫറെൻ്റ് ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമുക്ക് സമയം എന്താണ് ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അതിനനുസരിച്ച് പ്രവേഗം ഡിഫറെൻ്റ് ആയി അല്ലേ. വാഹനങ്ങളുടെ ടയർ കറങ്ങുന്ന അവസരത്തിൽ അതിൽ പറ്റിയിരിക്കുന്ന ചെളി തെറിച്ചു പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരേ സമയത്തും ചെളി തെറിക്കുന്ന ഒരേ ദിശയിലാണോ? വർത്തുള പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലനദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് കാരണം ചെളി തെറിക്കുന്ന എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ, ഡിഫറെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, വർത്തുള പാതയിലാണ് ടയർ കറങ്ങുന്നത്, അപ്പോൾ അവിടെ വസ്തുവിൻ്റെ ചലനദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരുന്നാൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറും. ചലനദിശ മാറിക്കൊണ്ടിരുന്നാൽ എന്തും മാറും, പ്രവേഗവും ചേഞ്ച് ആവും. ചലനദിശ മാറിയാൽ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിനും കാർ സിയുടെ പ്രവേഗം തുല്യമാണോ? കാർ സിയുടെ നോക്കിയേ, കാർ സിയുടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയാണ്, 0, 1, 10 അല്ലേ, 10/1 എന്ന് പറയുന്നതാണ് ഒരെണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ 10ആണ് കിട്ടി. പിന്നെ 10ഉം 20ഉം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് സെക്കൻഡ്, 20-ൽ നിന്ന് 10 കുറച്ചപ്പോൾ എത്ര കിട്ടി, 10 എന്ന് കിട്ടി, ബൈ 2-ൽ നിന്ന് 1 കുറച്ചപ്പോൾ 1 എന്ന് കിട്ടി, അപ്പോഴും 10 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി 30-ൽ നിന്ന് 20 കുറച്ച് എത്രയാണ്, 10ആണ്. 3-ൽ നിന്ന് 2 കുറച്ച് എത്രയാണ്, 1ആണ്. അപ്പം 10/1, അപ്പോഴും 10 തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രവേഗം മാറുന്നുണ്ടോ? ഇല്ല, പ്രവേഗത്തിൽ വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല, 10 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വേഗത്തിൻ്റെ അളവ് മാറുന്നില്ലെങ്കിൽ പോലും ദിശ മാറുന്നതിനാലാണ് പ്രവേഗത്തിന് വ്യത്യാസമുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ, നമുക്കിവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ, വേഗത എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ അവിടുത്തെ ദിശ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുന്നില്ലേ. നോക്കിയേ, ഇവിടുത്തെ ദിശ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, അടുത്ത പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടായി, പിന്നത്തെ ഇങ്ങോട്ടായി, അങ്ങനെ നമുക്ക് ദിശയിൽ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ എന്ത് വ്യത്യാസം ആയിട്ടുണ്ടെന്ന് പറയാം അല്ലേ, അതായത് പ്രവേഗത്തിന് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. വാല്യൂസിന് വലിയ വ്യത്യാസം സംഭവിച്ചിട്ടില്ല, ഇല്ല അല്ലേ, വാല്യൂസിന് ഡിഫറൻസ് സംഭവിച്ചിട്ടില്ല. ഇവിടെ ആകെ കൂടിയിട്ട് എന്താണ്, ദിശയ്ക്കാണ് വ്യത്യാസം, ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, പ്രവേഗം മാറുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പ്രവേഗം മാറുന്നില്ല എന്ന് പറയാം. പക്ഷെ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ദിശയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രവേഗത്തിന് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഇവിടെ വേഗത്തിൻ്റെ അളവ് മാറുന്നില്ലെങ്കിൽ പോലും അല്ലേ, വേഗത്തിൻ്റെ അളവ് മാറുന്നുണ്ടോ, അവിടെ ഇല്ല, സെയിം തന്നെയാണ് നമുക്ക് കിട്ടിയത്, 10 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ദിശ മാറുന്നുണ്ട്, അതിനാൽ അവിടെ പ്രവേഗത്തിന് വ്യത്യാസം ഉണ്ടായി. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് അസമ പ്രവേഗം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് എന്നാണ് പറയുന്നത്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായതിനാൽ, തുല്യ ഇടവേളകളിൽ തുല്യമാണ് അല്ലേ. നമുക്ക് ഫസ്റ്റ് കണ്ടില്ലേ, ഫസ്റ്റത്തെ ഇത് കണ്ടില്ലേ, ഇതാണ് പറയുന്നത്. ആദ്യം കാർ എയുടെ നമ്മൾ പറഞ്ഞല്ലോ സെയിം തന്നെയാണെന്ന്, അതാണ് പറയുന്നത്. ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്, വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമാണ്, തുല്യ ഇടവേളകളിൽ തുല്യമാണെങ്കിൽ ആ വസ്തു പ്രവേഗത്തിലാണെന്ന് പറയാം, അതായത് യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് പറയാം. വേഗം, ദിശ എന്നിവ മാറിയാൽ പ്രവേഗം മാറും. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിയാലും പ്രവേഗത്തിന് മാറ്റം വരും. പ്രവേഗം എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ വേഗം ചേഞ്ച് ചെയ്യാം,
അല്ലെങ്കിൽ ദിശ ചേഞ്ച് ചെയ്താലും മതി. അല്ലെങ്കിൽ വേഗത്തിൽ ചേഞ്ച് ചെയ്യില്ല, ദിശയിൽ മാത്രമാവും ചേഞ്ച് ഉണ്ടായിരിക്കുക. ഒന്നില്ലെങ്കിൽ രണ്ടും ചേഞ്ച് ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം ചേഞ്ച് വരാം. അതായത് എന്തെങ്കിലും ഈ വേഗത്തിലും ദിശയിലും ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ചേഞ്ച് വരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? പ്രവേഗത്തിന് മാറ്റം വരും. ഇങ്ങനെ വസ്തുവിനെ പ്രവേഗത്തിന് മാറ്റമുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? അസമ പ്രവേഗമാണ്. എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി ആണെന്ന് നമുക്ക് പറയാം. ഇനി നോക്കി ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടിട്ടുള്ള പിക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാർ എയിലാണെന്നുണ്ടെങ്കിൽ സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ? കാർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? തുല്യമായിട്ടുള്ള അളവാണ് അല്ലേ? നിശ്ചിത ഇടവേള എന്താ പറയുക, സമയം നോക്കിയപ്പോഴും സെയിം ആണ്, ദൂരം നോക്കിയപ്പോഴും സെയിം ആണ്, ദിശ നോക്കിയപ്പോഴും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സമപ്രവേഗത്തിലാണ് എന്ന് പറയാം അല്ലേ? പ്രവേഗത്തിൻ്റെ അളവോ ദിശയൊന്നും മാറുന്നില്ല. കാർ ബിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, കാർ ബിയിൽ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? കാർ ബിയിൽ നോക്കിയപ്പോൾ അത് സമപ്രവേഗമാണോ അസമപ്രവേഗമാണ്? അസമപ്രവേഗമാണ്. അവിടെ നമുക്ക് ഡിഫറൻസ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? സമയം തുല്യമാണ്, പക്ഷെ വേഗത്തിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്തു? പ്രവേഗം ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതായത് അസമപ്രവേഗമാണ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ കാർ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ദിശയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോഴും എന്ത് തന്നെയാണ്? അത് അസമപ്രവേഗമാണ് അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. അവിടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിട്ടില്ല. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? വാല്യൂ ഇല്ലേ, അത് ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ്? ദിശയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാർ എ സമപ്രവേഗമാണ്, ബിയും സിയും അസമപ്രവേഗമാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? കാർ ബിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ചസ് അല്ലേ? അവിടെ നമുക്ക് വാല്യൂ മാറുന്നുണ്ട് അല്ലേ? കാർ സിയിലാണെങ്കിൽ പ്രവേഗത്തിൻ്റെ അളവ് മാറുന്നില്ല, ദിശയാണ് മാറുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അളവാണ്, അളവ് മാറുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ സമപ്രവേഗവും അസമപ്രവേഗവും മനസ്സിലായല്ലോ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയ സന്ദർഭങ്ങളിൽ സമപ്രവേഗം അസമപ്രവേഗം എന്നിങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ലിൻ്റെ ചലനം. കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കിടാണ് ഒരു കല്ല് എങ്കിൽ ആ കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ? അതെന്ന് പറയുന്നത് എന്താണ്? അസമപ്രവേഗമാണ്. അപ്പോൾ ഒരു കല്ല് എന്ന് പറയുന്നത് ഇപ്പോൾ സീറോയിലായിരിക്കും ചെറിയ വേഗത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് സീറോ എന്ന് വിചാരിക്കൂ. ആ കല്ലിങ്ങനെ അടിക്ക് ഇങ്ങനെ പോകും തോറും എന്ത് സംഭവിക്കും? വേഗം കൂടി വരാണ് അല്ലേ? പ്രവേഗം കൂടി വരാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്നും താഴേക്കിട്ട കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗമാണ്, എന്താ പറയാം? അസമപ്രവേഗമാണ് എന്ന് പറയാം. നോൺ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ അസമപ്രവേഗമാണ് എന്ന് പറയാം. ഇനി പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താണ്? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സെയിം വാല്യൂവിൽ തന്നെയാണ് അത് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ദിശയൊന്നും മാറുന്നില്ല. അങ്ങനെയെങ്കിൽ അതെന്ന് പറയാം പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സമപ്രവേഗമാണെന്ന് പറയാം. ഇനി ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ബസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ടു എന്നിട്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ് എന്താണ്? സമപ്രവേഗമാണ് അസമപ്രവേഗമാണ്? അസമപ്രവേഗമായിരിക്കും. അത് ദിശ മാറില്ലേ? ബസ്സിൻ്റെ ദിശ മാറാം. അതുപോലെ തന്നെ വെലോസിറ്റിയും അവിടെ ചേഞ്ച് ചെയ്യാം. ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന അവസരമാണെങ്കിലോ, ഒരു ട്രെയിൻ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്, സമവേഗത്തിലാണ് എന്നെങ്കിൽ നമുക്കെന്ന് പറയാം അത് സമപ്രവേഗമാണെന്ന് പറഞ്ഞുകൂടെ? ഒരേ ദിശയാണ്, അവിടെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ? ഇനി ഊഞ്ഞാലാടുന്നുണ്ടെങ്കിൽ എന്താണ്? ഊഞ്ഞാലാടുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ടല്ലോ, അവിടെ ഇല്ലേ? ദിശ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇല്ലേ? മുന്നോട്ട് മുമ്പ് ദിശ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറയാം ഊഞ്ഞാലാടുന്നത് എന്താണ്? അസമപ്രവേഗമാണ് എന്ന് പറയാം അല്ലേ? അസമപ്രവേഗമാണെന്ന് പറയാം. അപ്പോൾ പ്രവേഗം ക്ലിയർ ആയല്ലോ. ഈ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്താണ്? ത്വരണമാണ്. ത്വരണം. ഒരു ബസ്സിൽ നിങ്ങൾ ഇരിക്കുന്നതായി സങ്കല്പിക്കൂ. ബസ് സ്റ്റാർട്ട് ചെയ്ത് നേർരേഖാപാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവേഗം മാറുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ബസ്സിലിരിക്കുകയാണ്, നേർരേഖാപാതയിലൂടെയാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രവേഗം മാറുന്നുണ്ട് അല്ലേ? നേർരേഖയിലാണ് പോകുന്നുണ്ടെങ്കിലും ദിശ മാറുന്നില്ല. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രവേഗം മാറുന്നുണ്ട്. ബസ്സിൻ്റെ നേർരേഖാ സഞ്ചാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചൂടി നൽകിയിട്ടുണ്ട്. അത് ചെയ്തിട്ട് ആൻസർ പറയുന്നുണ്ട്. അവിടെ നമുക്ക് പിക്ചറിൽ എന്താ പറയുന്നത്? വാഹനങ്ങളിൽ പ്രവേഗം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. പ്രവേഗം വർദ്ധിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്. ഒരു ബസ്സാണ്. ബസ്സിൽ 0, 4, 8 ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എത്ര സെക്കൻഡാണ്? 0 സെക്കൻഡ്, 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ് ഒക്കെ വന്നിട്ടുണ്ട്. എ മുതൽ ബി വരെ ബസ് സഞ്ചരിക്കുമ്പോൾ എയിലെ പ്രവേഗം എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണോ അന്ത്യപ്രവേഗമാണോ? എയിൽ നിന്ന്
ഇതാണ് എ. എയിൽ നിന്ന് ബി വരെ സഞ്ചരിക്കുമ്പോൾ എയിലെ പ്രവേഗമാണ് ചോദിച്ചിരിക്കുന്നത്. എയിലെ പ്രവേഗമാണെങ്കിൽ എന്താണ്? ഇനീഷ്യലാണ്, അതായത് ആദ്യ പ്രവേഗമാണ് അല്ലേ. ഇനീഷ്യൽ എന്ന് വെച്ചാണ് ആദ്യ പ്രവേഗമാണ്, ഫൈനൽ ആണെങ്കിൽ അന്ത്യപ്രവേഗമാണ്. അപ്പം നമുക്ക് എന്ന് പറയാം ഇത് ഇനീഷ്യൽ ആണെന്ന് പറയാം, അതായത് ആദ്യ പ്രവേഗമാണ് എന്ന് പറയാം അല്ലേ. തുടങ്ങാണ് ചെയ്യുന്നത് അല്ലേ. ഇനി ബിയിലെ പ്രവേഗം എന്ന് വെച്ചാൽ ഏതാണ്? ബിയിലെ പ്രവേഗം എന്ന് പറയുമ്പോൾ എന്താണ്? അന്ത്യപ്രവേഗമാണ് അല്ലേ. നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്നുണ്ട്, അപ്പോൾ ബി എന്ന് പറയുമ്പോൾ എന്താണ്? അന്ത്യപ്രവേഗമാണ്, അതായത് ഫൈനൽ വെലോസിറ്റി ആണ് എന്ന് പറയാം. ബി മുതൽ സി വരെ പരിഗണിക്കുമ്പോൾ ബിയും സിയും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബി മുതൽ സി വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയിലെ പ്രവേഗം എന്ന് പറയുന്നത് തന്നെയാണ് എന്തായിരിക്കും? ബിയും സിയും മാത്രം നോക്കുന്നുള്ളൂ കേട്ടോ. ബിയും സിയും മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എന്ന് പറയാം ഇനീഷ്യൽ വെലോസിറ്റി, അല്ലെങ്കിൽ എന്ന് പറയാം ആദ്യ പ്രവേഗമാണ് എന്ന് പറയാം. ബി മുതൽ സി വരെ പരിഗണിക്കുമ്പോൾ ബിയിലെ പ്രവേഗം എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യ പ്രവേഗമാണ് എന്ന് പറയാം. ബസ്സിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉപയോഗിച്ച് പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞു അല്ലേ. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്, അവിടെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ അന്ത്യപ്രവേഗം എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 അല്ലേ. 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി നമ്മെ. ഇനി പ്രവേഗം മാറ്റത്തിന് വെച്ചാൽ എന്താണ്? V മൈനസ് U ആണ്, അതായത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം എന്ന് പറയുന്നതാണ് പ്രവേഗ മാറ്റം എന്ന് പറയുന്നത്. മാറ്റം എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് ചെയ്യുക അല്ലേ. അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം മൈനസ് ചെയ്യുമ്പോൾ 4ൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇനി പ്രവേഗ മാറ്റത്തിൻ്റെ എടുത്ത സമയം എത്രയാണ്? നമ്മുടെ പിക്ചറിൽ തന്നിട്ടുണ്ട് 2 സെക്കൻഡ് ആണെന്നല്ലേ. 2 സെക്കൻഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക് കാണുന്നതിനായിട്ട് മി മൈനസ് യു ബൈ ടി എന്ന് ചെയ്താൽ മതി. എന്താണ്? മി മൈനസ് യു ബൈ ടി. വി മൈനസ് യു എന്ന് വെച്ചാൽ എന്താണ്? പ്രവേഗത്തിലുള്ള ചേഞ്ച് ആണ്. ബൈ ടി എന്ന് വെച്ചാൽ എന്താണ്? ടൈമാണ്, സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ വി മൈനസ് യു ബൈ ടി എന്ന് ചെയ്താൽ മതി. വി മൈനസ് യു ബൈ ടി ചെയ്യുകയാണെങ്കിൽ പ്രവേഗ മാറ്റത്തിന് നിരക്കെന്ന് കിട്ടും. ഈ പ്രവേഗ മാറ്റത്തിന് നിരക്ക് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗ മാറ്റത്തിന് നിരക്കിനെയാണ് നമ്മൾ ത്വരണം എന്ന് പറയുന്നത്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഇനി ബി മുതൽ സി വരെ നോക്കാം. ബി മുതൽ സി വരെ നോക്കുകയാണ്. ബി മുതൽ സി വരെ നോക്കിയപ്പോൾ അവിടുത്തെ ആദ്യ പ്രവേഗം എത്രയാണ്? ബിയിൽ 0 ആണ്. ബിയിലെ ആദ്യ പ്രവേഗം എന്താണ്? 0 ആണ് അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ്? എയുടെയാണ് നമുക്ക് 0 നമുക്ക് തന്നിട്ടുള്ളത്. ബിയിൽ എത്രയാണ്? നമുക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബിയിൽ എത്രയാണ്? ആദ്യ പ്രവേഗം 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആദ്യ പ്രവേഗം 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടി. അന്ത്യപ്രവേഗം എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. സിയിൽ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 4ഉം 8ഉം നമുക്ക് കിട്ടിയില്ലേ. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 4 ആണ്, അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 8 ആണ്. എങ്കിൽ പ്രവേഗമാറ്റം എത്രയാണ്? വി മൈനസ് യു 8 മൈനസ് 4 4ആണ്. പ്രവേഗമാറ്റത്തിന് എടുത്ത സമയം എത്രയാണ്? നമുക്ക് പിക്ചറിൽ നോക്കുകയാണെങ്കിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 4ൽ നിന്നും 2 കുറച്ചാൽ മതി അല്ലേ. 4ൽ നിന്നും 2 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് തന്നെ കിട്ടി. ഇനി പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് എത്രയാണ്? വി മൈനസ് യു ബൈ ടി ചെയ്താൽ മതി. വി മൈനസ് യു എന്ന് പറയുമ്പോൾ ഇതാണ് പ്രവേഗ മാറ്റം. വി മൈനസ് യു നമ്മൾ ചെയ്തിട്ടുണ്ട്, 4 എന്ന് കിട്ടിയിട്ടുണ്ട്. 4/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? സി മുതൽ ഡി വരെ നോക്കാണ്. അപ്പോൾ നമുക്ക് സി മുതൽ ഡി വരെ നോക്കാം. ഓക്കെ, സി മുതൽ ഡി വരെ നോക്കിയപ്പോൾ സിയിൽ എത്രയാണ്? ആദ്യ പ്രവേഗം 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ആദ്യ പ്രവേഗം എത്രയാണ്? യു എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പം അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. യു എന്ന് വെച്ചതാണ് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ആദ്യ പ്രവേഗമാണ്. വി എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റിയാണ്, അതായത് അന്ത്യപ്രവേഗമാണ് എന്നും പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പ്രവേഗമാണ്. അപ്പോൾ ഇവിടെ ആദ്യ പ്രവേഗം എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് യു എന്ന് പറയുന്നത്. ഇനി ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ് അന്ത്യപ്രവേഗം എന്ന് വെച്ചാൽ ബി ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 12 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യു സി ഈക്വൽ 8 എന്നും കിട്ടി, വി സി ഈക്വൽ ടു 12 എന്നും കിട്ടി. എങ്കിൽ നമുക്കിവിടെ എഴുതിക്കൂടെ? ഇവിടെ 8 ഇവിടെ 12 എന്ന് കിട്ടി. ഇനി പ്രവേഗമാറ്റം എത്രയാണ് ചെയ്യുക? വി മൈനസ് യു ആണ്, അതായത് 12 മൈനസ് 8 ആണ്, അതായത് നമുക്ക് 4 എന്ന് കിട്ടി. ഇനി പ്രവേഗമാറ്റത്തിന് എടുത്ത് സമയം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? നമുക്ക് അവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പിക്ചറിൽ നോക്കിയപ്പോൾ എത്രയാണ്? 2 സെക്കൻഡ് ആണെന്ന് കണ്ടോ. ഇനി പ്രവേഗമാറ്റത്തിന് നിരക്ക് കാണാനായിട്ട് വി മൈനസ് യു ബൈ ടി ആണ്, അതായത് 4/2 ഇസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 2 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ എല്ലാതും പ്രവേഗമാറ്റത്തിന് നിരക്ക് എല്ലാത്തിലും നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 2 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു വസ്തുവിനെ യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗമാറ്റത്തിൻ്റെ അളവ്,
അഥവാ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മനസ്സിലായത്? ഒരു വസ്തുവിനെ യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, v-u/t ഒക്കെ പറഞ്ഞു. ആ പ്രവേഗമാറ്റത്തിൻ്റെ അളവ്, അതായത് ഈ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ത്വരണം എന്ന് വെച്ചാൽ എന്താണ്? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ്. അതായത് പ്രവേഗമാറ്റം ബൈ സമയം ചെയ്താൽ മതി. പ്രവേഗമാറ്റം നമ്മൾ പറഞ്ഞു v-u/t ആണ്, അതായത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയമാണ്. അതായത് v-u/t ആണ്. എന്താണ് പറഞ്ഞത്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ത്വരണം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണോ അദിശ അളവാണോ? എങ്ങനെയാണ്? ത്വരണം എന്ന് വെച്ചാൽ എന്താണ്? സദിശ അളവാണ്. സദിശ അളവാണ്. ഇപ്പം നമുക്ക് കുറച്ച് സദിശ അളവുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ PSCയിൽ ചോദിക്കുമ്പോൾ ഒരു കോഡ് ഞാൻ പഠിച്ചിരിക്കുന്നത് അസ്തിത്വ പ്രഭാവത്ത എന്നാണ്. അതായത് എന്ന് വെച്ചാൽ എന്താണ്? അസ്തിത്വ പ്രഭാവത്താണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അസ്തിത്വ പ്രഭാവത്ത. അപ്പോൾ നമ്മൾ ആക്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്. അതുപോലെ തന്നെ സ്ഥാ എന്ന് പറയുമ്പോൾ സ്ഥാനാന്തരം. ഓക്കെ, സ്ഥാനാന്തരം. പ്രവേഗം നമ്മൾ പറഞ്ഞതിൽ ഏതൊക്കെയാണ്? സ്ഥാനാന്തരം, പ്രവേഗം, അതുപോലെ തന്നെ എന്താണ്? പ്രവേഗം പറഞ്ഞു. പിന്നെ ബലം, ത്വരണം. ത്വരണം നമുക്ക് പറഞ്ഞു. ത്വരണം എന്ന് പറയുന്നത് സദിശ അളവാണെന്ന് പറഞ്ഞു. ബലമില്ലേ? ബലം എന്ന് പറയുന്നത് എന്താണ്? സദിശ അളവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ സദിശ അളവുകൾ എപ്പോഴും ചോദിക്കുന്ന PSC ചോദിക്കുന്ന കുറച്ച് അളവുകളാണ്. ഓക്കെ, ബസ്സിന് ഓരോ സെക്കൻഡിലുമുണ്ടായ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് അഥവാ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് കണ്ടെത്തിയല്ലോ. ഇതാണ് ഈ ബസ്സിൻ്റെ ത്വരണം എന്ന് പറയുന്നത്. ഇനി ത്വരണത്തിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് കാണുക? ത്വരണത്തിൻ്റെ യൂണിറ്റ് പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റ് ബൈ സമയമാറ്റത്തിൻ്റെ യൂണിറ്റാണ്, സമയത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ v-u അല്ലേ നമ്മൾ പറഞ്ഞത്? v-u ആണ്. അതായത് v-u എന്ന് പറയുമ്പോൾ പ്രവേഗമാണ് അല്ലേ, പ്രവേഗമാണ്. ഓക്കെ, അപ്പോൾ പ്രവേഗത്തിൻ്റെ എന്താണ്? പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ, പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? പ്രവേഗ മാറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് വരാ? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗമാണ് ആദ്യത്തെ പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ സമയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും എന്നറിയോ? മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെയാണ് ബൈ ആക്കാം? മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. എങ്ങനെയാണ്? s⁻² അല്ലെങ്കിൽ s സ്ക്വയർ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൈനസ് ആവില്ലേ? മീറ്റർ പെർ s⁻² എന്ന് നമുക്ക് എഴുതാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പൊതുവെ പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ നമുക്കൊരു ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പ്രവേഗം തന്നിട്ടുണ്ട്. നേർരേഖാ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, നേർരേഖാ പാതയിലാണ്. ഒരു കാറിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നുണ്ട്. 2 സെക്കൻഡിന് ശേഷം കാറിൻ്റെ പ്രവേഗം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കാറിൻ്റെ പ്രവേഗം കണക്കാക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാറ് ആദ്യം തന്നെ സഞ്ചരിക്കുകയാണ് അല്ലേ? അത് ഏത് പ്രവേഗത്തിലാണ്? 10 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ആദ്യം ആ കാറ് സഞ്ചരിച്ച് തുടങ്ങാണ്. അപ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് 10 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ u= നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. നെക്സ്റ്റ് എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നോക്കി? ത്വരണം 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ത്വരണം acceleration is equal to 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതി. സമയം 2 സെക്കൻഡിന് ശേഷമാണ് t=2 സെക്കൻഡ് എന്ന് എഴുതി. അപ്പോൾ നമുക്ക് കാറിൻ്റെ പ്രവേഗമാണ് കണക്കാക്കുന്നത്, അതായത് ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗമാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് v ആണ് അവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഏത് ഇക്വേഷൻ ആണെന്ന് അറിയോ? ഏത് ഇക്വേഷനാണ്? v u = at അല്ലേ? v u = at എന്ന് പറയുന്ന ഇക്വേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്? ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കട്ടെ, അത് നമ്മൾ എത്തുന്നുള്ളൂ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ബൈ സമയമാണ്. അതായത് v-u/t ആണ് അല്ലേ? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് എന്ന് പറയുമ്പോൾ v-u ആണ്, ബൈ സമയമാണ്, t ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് v-u/t എന്ന് കിട്ടി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് v ആണ്. അപ്പോൾ v-u = നമുക്ക് 18 എഴുതി കൂടെ? v-u = 18 എന്ന് എഴുതാം. കാരണം എന്താണ്?
നമുക്ക് വി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ വി മൈനസ് യു എന്ന് പറയുന്ന ഒരു പാട്ട് അവിടെ നിർത്തി വെച്ചു. എന്നിട്ട് ടി നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എ ടി സി ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടി. ഇനി നമുക്ക് വി സി ഈക്വൽ ടു നമുക്ക് എന്ന് എഴുതാം യു പ്ലസ് എ ടി എന്ന് എഴുതാം അല്ലേ. ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ ഈ ഇക്വേഷൻ കണ്ടുപരിചയമുണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് ത്വരണത്തിൽ നിന്ന് എത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ സി ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. വി മൈനസ് യു സി ഈക്വൽ ടു എ ടി ആണ്. വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. എങ്കിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ഇട്ട് കൊടുക്കാം. 10 എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണ്, പ്ലസ് എ എന്ന് പറയുന്നത് എക്സലറേഷൻ 5 ആണ്, ഇൻറ്റു 2 ടി എന്ന് പറയുന്നത് 2 ആണ്. എസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ എന്താണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എളുപ്പമായിട്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 4 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 28 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറിയെങ്കിൽ ത്വരണം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? വി മൈനസ് യു അല്ല വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അതിൽ നിന്ന് നമ്മൾ എ കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്നത് എന്താണ്? വി മൈനസ് യു ബൈ ടി ആണ്. നമുക്ക് തന്നിട്ടുള്ളത് 28 അല്ലേ. 28 മൈനസ് 4 ബൈ 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ. 24 ബൈ 4 ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മൾ തെങ്ങ് ഇതാണ്, തെങ്ങിൽ നിന്ന് തേങ്ങ പതിക്കുകയാണ്. തേങ്ങ ഇങ്ങനെ പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി കൂടി വരുന്നുണ്ടല്ലേ ഒരു നിശ്ചിത സമയത്തിനുള്ളില്ലേ. അപ്പോൾ തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം എക്സാമ്പിളാണ്. നെക്സ്റ്റ്, നിശ്ചലാവസ്ഥയിൽ നിന്നും ചലിക്കാൻ തുടങ്ങുന്ന വാഹനമുണ്ടല്ലോ, അവിടെ പ്രവേഗത്തിന് വ്യത്യാസം വരുന്നില്ലേ? ഇല്ലേ. നിശ്ചലാവസ്ഥയിൽ നിന്ന് വരാണെങ്കിൽ 0 ആണ്. അതിനുശേഷം അത് ചലനാവസ്ഥയിൽ പോവുകയാണ്, അവിടെ വെലോസിറ്റിയോടെ ചേഞ്ച് ആവേണ്ടത്. അപ്പോൾ നമുക്ക് നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിക്കാൻ തുടങ്ങുന്ന വാഹനം എന്ന് പറയുമ്പോൾ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ അതെന്താണ്? ത്വരണമാണ് എന്ന് പറയാം. അപ്പോൾ അതും അതിന് എക്സാമ്പിളാണ്. നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനാവസ്ഥയിലേക്ക് പോകുന്ന ഒരു ബസ് അല്ലെങ്കിൽ വാഹനം പറയുകയാണെങ്കിൽ. ഇനി നിർത്താൻ തുടങ്ങുന്ന വാഹനമാണെങ്കിലോ, നിർത്താൻ തുടങ്ങുകയാണ്, അതായത് ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, ആ വെലോസിറ്റി കുറഞ്ഞു വരാണ് ചെയ്യുക അല്ലെ നിർത്താൻ തുടങ്ങുമ്പോൾ. അപ്പോൾ അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കെന്ന് പറയാം നിർത്താൻ തുടങ്ങുന്ന ബസ് അല്ലെങ്കിൽ ഒരു വാഹനം എന്ന് പറയുന്നതും ത്വരണത്തിന് എക്സാമ്പിളാണ്. ഇനി ക്ലോക്കിലെ സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം നോക്കി നോക്കിയേ. ക്ലോക്കിലെ സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം നോക്കി നോക്കി. ഇതാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? അഗ്രത്തിൻ്റെ ചലനം കറക്റ്റ് ഇതിലേക്ക് കറക്റ്റ് പ്രവേഗത്തിൽ തന്നെയാണ് പോകുന്നുണ്ടായിരിക്കുക അല്ലേ. കറക്റ്റ് ഡിസ്റ്റൻസിലൂടെ തന്നെയല്ലേ പോകുന്നുണ്ട്, കറക്റ്റ് വേഗത്തിൽ തന്നെയാണ് പോകുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലേ. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്ന് പറയാം അവിടെ ത്വരണം നടന്നിട്ടുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രവേഗം കുറഞ്ഞു വരുന്ന ചില സന്ദർഭങ്ങളും നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്താണ് പ്രവേഗം കുറഞ്ഞു വരുന്നത്? സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്ന ട്രെയിൻ, നമ്മൾ പറഞ്ഞു അല്ലേ സ്റ്റേഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വാഹനം പതുക്കനെ സ്ലോ ആക്കുമ്പോൾ വേഗത കുറയും. അപ്പോൾ എന്താണ്? പ്രവേഗം കുറഞ്ഞു വന്നു. സെയിം, ശരിയാണ്. ഇനി മുകളിലേക്ക് എറിഞ്ഞ ഒരു കല്ലിൻ്റെ മുകളിലേക്കുള്ള ചലനം നോക്കിയ ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് എറിയാണ്. പടിയിലുള്ള വെലോസിറ്റി തന്നെയായിരിക്കും മുകളിൽ ഉണ്ടായിരിക്കുക അല്ല. മുകളിലേക്ക് എറിയുമ്പോൾ നമ്മൾ ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. എന്നിട്ട് ഒരു നിശ്ചിത ഒരു സ്ഥലത്തുമ്പോൾ നിൽക്കും, എന്നിട്ട് താഴേക്ക് വരല്ലേ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ പ്രവേഗം കുറഞ്ഞു വരാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലേക്ക് എറിഞ്ഞ ഒരു കല്ലിൻ്റെ മുകളിലേക്കുള്ള ചലനം എന്ന് പറയുന്നത് എന്താണ്? എക്സാമ്പിളാണ്. പ്രവേഗം കുറഞ്ഞു വരുന്ന സന്ദർഭങ്ങൾക്ക് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്. പിയിൽ നിന്ന് ക്യൂയിലേക്ക്, ക്യൂയിൽ നിന്ന് ആറിലേക്ക് എസ് ടി ഒക്കെ തന്നിട്ടുണ്ട്. 20-15 മീറ്ററൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പിയിൽ നിന്ന് ക്യൂ വരെയുള്ള ആദ്യ പ്രവേഗം എത്രയാണ്? ആദ്യ പ്രവേഗം പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോകുമ്പോൾ ആദ്യ പ്രവേഗം 20 ആണ്. അന്ത്യപ്രവേഗം എത്രയാണ്? 15 ആണ്. ഇനി അവിടുത്തെ സമയം എത്രയാണ്? 10 സെക്കൻഡാണ് എടുത്തിരിക്കുന്നത് അല്ലേ. 10 സെക്കൻഡാണ് എടുത്തിരിക്കുന്നുണ്ട്. പ്രവേഗ മാറ്റം എന്ന് പറയുമ്പോൾ എത്രയാണ്? 20-ൽ നിന്നും 15 കുറച്ചു. 20-ൽ നിന്നും 15 കുറച്ച് എത്രയാണ്? -5 അല്ലേ. 20-ൽ നിന്നും വി മൈനസ് യു അല്ലേ ചെയ്യുക. അപ്പോൾ വി എന്ന് പറയുമ്പോൾ 15 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 15 - 20 ചെയ്യുമ്പോൾ -5 എന്ന് കിട്ടി. പ്രവേഗ മാറ്റത്തിനെടുത്തത് സമയം 10 സെക്കൻഡാണ്. എങ്കിൽ പ്രവേഗ മാറ്റത്തിന് നിരക്കിൻ്റെ ത്വരണം എന്ന് പറയുമ്പോൾ പ്രവേഗ മാറ്റത്തിന് നിരക്ക് അല്ലെങ്കിൽ ത്വരണം എന്ന് വെച്ചതാണ് A = V - U / T ആണ് ത്വരണം കാണുന്നതിനുള്ള ഇക്വേഷൻ. V - U എന്ന് പറയുന്നത് -5 ആണ്. സമയം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ -5/10 = -0.5 എന്ന് കിട്ടി. ഇനി Q മുതൽ R വരെയാണെന്നുണ്ടെങ്കിലോ, Q മുതൽ R വരെയാണെന്നുണ്ടെങ്കിൽ 10-ൽ നിന്നും 15 കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. 10 ആണ്, 15 ആണ് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി, 10 ആണ്. അന്ത്യപ്രവേഗം 15 അല്ലോ. ആദ്യത്തെ പ്രവേഗം എത്രയാണ്? 15 ആണ്. അന്ത്യപ്രവേഗം 10 ആണ്. അപ്പോൾ നമുക്ക് 10-ൽ നിന്നും 15 കുറച്ചു അല്ലേ. 10-ൽ നിന്നും 15 കുറച്ചപ്പോൾ -5 എന്ന് കിട്ടി. സമയം എടുത്തിരിക്കുന്നത് -5 ആണ്. സമയം എടുത്തിരിക്കുന്നത് നോക്കി നോക്കിയേ
15 നിന്നും 15ഉം 10 നമ്മൾ നോക്കുന്നത് അല്ലേ? അല്ലേ 15 നിന്നും 10 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്ര സെക്കൻഡാണ് കിട്ടിയിരിക്കുന്നത്? മിനിറ്റ്. ക്യൂവിൽ നിന്ന് 6 വരെ തന്നെയല്ലേ പറയുന്നത്. ഇവിടെ 10 കേട്ടോ, 10 സെക്കൻഡാണ് കൺഫ്യൂഷനായത്. ഇപ്പോൾ കണ്ടില്ല. ഓക്കെ, 10 സെക്കൻഡാണ്, 15 സെക്കൻഡാണ്. അപ്പോൾ 15 നിന്ന് 10 കുറച്ചു, 15 നിന്ന് 10 കുറച്ചപ്പോൾ 5 സെക്കൻഡ് എന്ന് കിട്ടി, 5 സെക്കൻഡ് എന്ന് കിട്ടി അല്ലേ? 5 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ v-u/t ചെയ്യുമ്പോൾ -5/-5 =-1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഉള്ള എക്സാമ്പിളും അങ്ങനെ നോക്കി നോക്കുക. 6 മുതൽ S വരെ, S മുതൽ T വരെയൊക്കെ ആണെങ്കിൽ എത്രയാണ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് നമ്പേഴ്സ് മാത്രം എഴുതിയിടാണ്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കി എടുക്കുക. വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം, അവിടെ എന്താണ് ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി കുറയ്ക്കണം എന്നാണ്. അത് മാത്രമാണ് അവിടെ ഒരു ചേഞ്ച് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു മൈനസ് വാല്യൂ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടണേ എന്ന് നോക്കി നോക്കുക. ഓക്കെ, നമ്മുടെ -5/5 =1 എന്ന് വരും. അതുപോലെ തന്നെ -1 എന്ന് വരും. പിന്നെ S മുതൽ T വരെ ആണെങ്കിൽ 5 ആണ് ഇവിടെ വരാം, ഇവിടെ 0 വരും. പിന്നെ -5 വരും, ഇവിടെ 20 വരും. ഇവിടെ -5/20 -0.25 എന്ന് വരും. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയതെന്ന് നോക്കി നോക്കാം. ഇവിടെ പ്രവേഗം കുറഞ്ഞു വരുന്നതായി കണ്ടല്ലോ. 0.5 ആയി, 1 ആയി, പിന്നെ എത്രയും വന്നു, -1 ആയി, പിന്നെ 1 ആയി മാറി, പിന്നെ 0.25 ആയി മാറി അല്ലേ? -0.25 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ കുറഞ്ഞ് വരുന്നത് കണ്ടു അല്ലേ? -0.5 ആയിരുന്നു, പിന്നെ -1 ആയി, പിന്നെ -1 തന്നെയാണ് വന്നിരിക്കുന്നത്, പിന്നെ 0.25 ആയി, അങ്ങനെ കുറഞ്ഞ് വരുന്നത് കാണാനായിട്ട് പറ്റി. പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കിനെയാണ് നെഗറ്റീവ് ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവേഗം കുറഞ്ഞു വരാണെന്നുണ്ടെങ്കിൽ ആ നിരക്കിനെന്ന് പറയും നെഗറ്റീവ് ത്വരണം എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയും. ഓക്കെ, മന്ദീകരണം എന്ന് വെച്ചാൽ എന്താണ്? പ്രവേഗം കുറഞ്ഞു വരുന്ന നിരക്കാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം നെഗറ്റീവ് ത്വരണമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ മന്ദീകരണമാണെന്ന് പറയാം. റിട്ടാർഡേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന് യൂണിറ്റ് m/s² തന്നെയാണ്, നെഗറ്റീവ് ആണെന്ന് മാത്രം അല്ലേ? m/s² തന്നെയാണ്. മന്ദീകരണം എഴുതുമ്പോൾ നെഗറ്റീവ് ചിഹ്നം നൽകേണ്ടതുണ്ടോ? നെഗറ്റീവ് ചിഹ്നം നൽകണോ? വേണോ? അപ്പോൾ മന്ദീകരണം എഴുതുമ്പോൾ നെഗറ്റീവ് ചിഹ്നം നൽകണോ? നമുക്കറിയാം മന്ദീകരണം എന്ന് പറയുമ്പോൾ ഓൾറെഡി നെഗറ്റീവ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുള്ളൂ, -5 -10. അപ്പോൾ അതിനൊപ്പം തന്നെ മൈനസ് ഉണ്ട്. അതാണെന്ന് വെച്ചാൽ എന്താണ്? റിട്ടാർഡേഷനാണ്, മന്ദീകരണമാണ്. അപ്പോൾ വീണ്ടും ഒരു മൈനസ് എടുത്ത് അവിടെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 10 m/s പ്രവേഗം ആർജിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഉള്ള ത്വരണം എത്രയാണ്? ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്രവേഗം കുറഞ്ഞു വരുന്ന ചില സന്ദർഭങ്ങളിൽ 2 എക്സാമ്പിൾ അല്ലേ പറഞ്ഞോളൂ. കുറച്ചും കൂടി എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതിക്കോ. നിർത്താൻ തുടങ്ങുന്ന വാഹനം, അതുപോലെ തോക്കിൽ നിന്ന് പോകുന്ന വെടിയുണ്ടയുടെ ചലനം, അതുപോലെ ഗ്രൗണ്ടിൽ ഉരുട്ടിവിട്ട പന്തിൻ്റെ ചലനം. ഒക്കെ പന്ത് നോക്കി നമ്മൾ നല്ല സ്പീഡിൽ പറഞ്ഞാൽ അത് പതുക്കനായിട്ട് കുറഞ്ഞു വരും അല്ലേ? വേഗത കുറഞ്ഞു വരും. അപ്പോൾ അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളതെന്ന് ആദ്യം എടുത്തെഴുതാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ചു. അപ്പോൾ നമുക്ക് u = 0 ആണ്. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യത്തെ പ്രവേഗം എന്ന് പറയുന്നത് 0 ആയിരിക്കും. u = 0 ആണ്. v = നമുക്ക് 10 സെക്കൻഡ് കൊണ്ടാണ്, 10 m/s കൊണ്ടാണ് ഇതാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 ആണ്. ഇനി t എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ് എങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? ത്വരണമാണ്. ത്വരണം കാണുന്ന ഇക്വേഷൻ എന്താണ്? a = v-u/t എന്നാണ്. v-u/t എന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 - 0 അല്ലേ? 10 - 0 10 - 0 അല്ലേ? 10 - 0/10
എത്ര സെക്കൻഡാണ്? 5 സെക്കൻഡ് കൊണ്ടാണ് സഞ്ചരിച്ചത് എങ്കിൽ നമുക്ക് ആൻസർ അവിടെ എത്ര കിട്ടും? 10/5 = 2 എന്ന് കിട്ടിയില്ലേ? 2 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ടാണ് അവിടെ സഞ്ചരിച്ചത്. അല്ലെങ്കിൽ ഇവിടെ എത്രയാണ്? ത്വരണം എന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമുക്ക് കിട്ടി. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് കിട്ടി. അടുത്ത 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലാകാണ്. അടുത്ത 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയാകുന്നുവെങ്കിൽ ഈ സന്ദർഭത്തിൽ ത്വരണമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മന്ദീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത 5 സെക്കൻഡ് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയുമ്പോൾ എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റിയാണ് നമുക്ക് 10 സെക്കൻഡ് ആയിട്ട് എടുക്കേണ്ടത് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റിയാണ് 10 സെക്കൻഡ് ആയിട്ട് എടുക്കുന്നത്. കാരണം നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്കറിയാം. ഓക്കെ, എന്നിട്ട് ആ വസ്തു സഞ്ചരിച്ചിട്ട് നിശ്ചലാവസ്ഥയിലേക്ക് എത്താണ്. നിശ്ചലാവസ്ഥയിൽ എത്താണെന്നുണ്ടെങ്കിൽ u=0 ആയിരിക്കും അല്ലേ? സോറി, v=0 ആയിരിക്കും. നിശ്ചലാവസ്ഥയിലേക്ക് അവിടേക്ക് എത്താണ്, അതായത് അന്ത്യപ്രവേഗമാണ്. അപ്പോൾ v=0 ആണ് നമുക്ക് കിട്ടി. അവിടുത്തെ നമുക്ക് ത്വരണം കാണാൻ a=v - u/t ആണ്. അതായത് നമുക്ക് 0 മൈനസ് അല്ലേ, 0 മൈനസ് v എന്ന് പറയുമ്പോൾ 0 ആണ്, 0 മൈനസ് 10/5 ആണ്. അപ്പോൾ -10/5 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടിയത്? -2 എന്ന് കിട്ടിയല്ലോ. -2 എന്ന് കിട്ടി, അതായത് നെഗറ്റീവ് ആക്സിലറേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മന്ദീകരണമാണെന്ന് കിട്ടി. എത്രയാണെന്ന് നമുക്ക് കിട്ടി? -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് 2 സെക്കൻഡ് കൊണ്ട് നിർത്തുന്നു. വാഹനത്തിൻ്റെ മന്ദീകരണം എത്ര? അപ്പോൾ ഒരു വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ എന്താണ്? അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 0 ആയി മാറിയല്ലേ? ബ്രേക്ക് എന്ന് പറയുമ്പോൾ അവിടെ വണ്ടി നിന്നു അല്ലേ? v= അപ്പോൾ എന്തായി മാറി? v=0 ആയിട്ട് മാറി. u=5 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 2 തന്നിട്ടുണ്ട് എങ്കിൽ a=v - u/t ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 - 0 അല്ലേ? അല്ല സോറി, 0 - 5 അല്ലേ വരാ? v അല്ലേ 0? ഓക്കെ, അപ്പോൾ 0 - 5/, സമയം എത്രയാണ് തന്നിരിക്കുന്നത്? 2 സെക്കൻഡാണ്. അപ്പോൾ -5/2. എത്രയാണ് -5/2? എത്രയാണ്? -2.5 ആണ് അല്ലേ? -2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് മന്ദീകരണം എഴുതുമ്പോൾ നമുക്ക് മൈനസ് എന്നുള്ള വാല്യൂ വേണ്ട, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്ദീകരണം എന്ന് വെച്ചാൽ തന്നെ മൈനസ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. മന്ദീകരണം എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ, ഇവിടെ മുകളിലാണെങ്കിൽ മന്ദീകരണം എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ മൈനസ് വാല്യൂ കളഞ്ഞിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വസ്തുവിൻ്റെ 2-ാം സെക്കൻഡിലെ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡും 4-ാം സെക്കൻഡിലെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തേലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം u എന്ന് പറയുന്നത് എത്രയാണെന്ന് എഴുതാം? 40 എന്ന് എഴുതി കൂടെ എഴുതാം. u എന്ന് പറയുന്നത് 40 ആണ് എന്ന് എഴുതാം. ഓക്കെ, u= നമുക്ക് 40 ആണ് എന്ന് എഴുതാം. ഇനി എത്തിയിരിക്കുന്നത് എത്രയാണ് നമുക്ക് പറഞ്ഞു? സെക്കൻഡിലെ 4-ാം സെക്കൻഡിലെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ v=30 എന്ന് നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ത്വരണമാണ്. ത്വരണം കാണുന്നതിനായിട്ട് a=v - u/t ആണ്. v - u/t എന്ന് പറയുമ്പോൾ 40 അല്ലേ? v എന്ന് പറയുമ്പോൾ എത്രയാണ്? 30 മൈനസ് 40/t, അതായത് -10 അല്ലേ? -10/2 -10/2 എന്ന് കിട്ടി. 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് കിട്ടിയില്ലേ? -0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അതാണ് അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. മന്ദീകരണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? മൈനസ് ഇല്ലാണ്ട് പറയാം. മൈനസിലാണ് പറയുമ്പോൾ എങ്ങനെയാണ് വരാ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഞാൻ 0.5 പറഞ്ഞു ഇവിടെ. -10/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പോൾ -5 എന്ന് കിട്ടി, -5 എന്ന് കിട്ടി. നമുക്ക് മന്ദീകരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ മൈനസ് വാല്യൂ ഇല്ലാണ്ട് പറയാമെന്ന് പറയുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ത്വരണം ചോദിച്ചു, മന്ദീകരണം ചോദിച്ചു, 8-ാം സെക്കൻഡിലെ പ്രവേഗം ചോദിച്ചിട്ടുണ്ട്. 8-ാം സെക്കൻഡിലെ പ്രവേഗം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? പ്രവേഗം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? v = u+at ആണ്. u+at ആണ് അല്ലേ? u+at ആണ്. ആദ്യം തന്നെ അത് വാഹനം 2-ലായിരുന്നു, പിന്നെ 4-ലായിരുന്നു, പിന്നെ എന്തായാലും 8-ലായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് അല്ലേ? ഇത് 2 ആണെന്നുണ്ടെങ്കിൽ ഇത് 2-ാമത്തെ ആണെങ്കിൽ ഇത് 4-ാമത്തെയാണ്, പിന്നെ ഇതാണെങ്കിൽ 8-ാമത്തെയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് തന്നിരിക്കുന്നത്? അതെ. v = u+at എന്ന് പറയുമ്പോൾ ഇക്വേഷനിലിട്ട് കൊടുക്കുക. u എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? u എന്ന് പറയുന്നത് എത്രയാണ്? u എന്ന് പറയുന്നത് 40 അല്ലേ തന്നിട്ടുള്ളത് അല്ലേ? 40 ആണ് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്? 40 ആണ് അല്ലേ?
നാൽപ്പ് എന്ന് പറയുന്നത് ലാൽപ്പ് ഏതാ നിൽക്കുന്നത് യുയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, 4-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 4ാമത്തെ ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാം സെക്കൻഡിലെ പ്രവേഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. 2ാം സെക്കൻഡിലെയാണ്, 4ാമത്തെ അല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 2ാം സെക്കൻഡിലെ പ്രവേഗമാണ് 40 തന്നിട്ടുണ്ട്. 2ാം സെക്കൻഡിലെ പ്രവേഗമാണ് 40. അപ്പോൾ നമുക്ക് 40 എന്നുള്ളതാണ് അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ യു സി ഈക്വൽ ടു നമുക്ക് 40 നേടാം. പിന്നെ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ നമുക്ക് കിട്ടിയല്ലോ, 5 എന്ന് കിട്ടിയിട്ടില്ലേ, ഉണ്ട്, -5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു സമയം എത്രയാണ് വരിക, സമയം എത്രയായിരിക്കും വരിക, സമയം നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല. നമുക്ക് തന്നിട്ടുണ്ടോ സമയം, ഇല്ലല്ലോ, സമയം തന്നിട്ടുണ്ടോ. 2ാം സെക്കൻഡിലെ പ്രവേഗം നമുക്ക് 40 മീറ്ററാന്ന് തന്നു. 4ാം സെക്കൻഡിലെ പ്രവേഗം 30 നമുക്ക് തന്നു. ആക്സിലറേഷനും നമുക്ക് തന്നു. സമയം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു വസ്തു 2ാം സെക്കൻഡിലെ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2, 4 ഇട്ടെന്ന് എഴുതിയിട്ടില്ല, ഇവിടെ 2 നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ 4 വന്നിട്ടുണ്ടായിരുന്നത് 1-ൽ നിന്ന് 2-ലേക്ക് പോയപ്പോൾ, ഒരു വസ്തു ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ. പിന്നെ ഈ ഒരു വസ്തു 8-ലേക്ക് പോയപ്പോൾ നമുക്ക് ഒരു വസ്തു അടുത്ത പോയിന്റിലേക്ക് എത്തിയപ്പോൾ അവിടെ 8 നമുക്ക് അറിയാം. എട്ടാം സെക്കൻഡിലെ പ്രവേഗമാണ് ചോദിച്ചിരിക്കുന്നത്. 8ാം സെക്കൻഡിലെ പ്രവേഗമാണ്. അപ്പോൾ നമുക്കിവിടെ 8 സെക്കൻഡാണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റത്തിലാണെങ്കിൽ 2 സെക്കൻഡ് തന്നിട്ടുണ്ട്, 2ാമത്തെ പോയിന്റിലാണെങ്കിൽ 4 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റത്തെ, അതായത് ഈ 2ാമത്തെ സെക്കൻഡ് 2 സെക്കൻഡ് എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ പോയിന്റിലാണെങ്കിൽ 8 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ 8-ൽ നിന്ന് 2 കുറച്ചപ്പോൾ എത്ര കിട്ടി, 6 എന്ന് കിട്ടി, 6 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 6 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് -5 × 6 എന്ന് എഴുതാം, എഴുതിക്കൂടെ, എഴുതാം. അപ്പോൾ 40 + -30 അല്ലേ, 40 + -30 എന്ന് പറയുമ്പോൾ 40 - 30 = 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ വി = 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതെങ്ങനെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ 3 പോയിന്റ് എടുക്കുകയാണ്. ഒരു വസ്തു ആദ്യം തന്നെ 2 സെക്കൻഡിൽ പോയപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അതിനുശേഷം 4ാമത്തെ സെക്കൻഡിൽ പോയപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡായി. അപ്പോൾ ത്വരണം കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ ത്വരണം കണ്ടുപിടിച്ചു. ത്വരണം നമ്മുടെ AC = V അല്ലേ, AC = V - U/T എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ത്വരണം എത്ര കിട്ടി, 5 ആണെന്നുള്ളത് കിട്ടി. റിട്ടാർഡേഷൻ ആണെങ്കിൽ -5 ആണ്. മന്ദീകരണം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ആക്സലറേഷൻ -5 എന്ന് കിട്ടി. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ -2, അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. എന്നിട്ട് നമുക്ക് ആ വാല്യൂസ് തന്നെ ഇട്ടിട്ടാണ് നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്. 8ാം സെക്കൻഡിലാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ 8 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് തമ്മിൽ ഡിഫറൻസ് നോക്കിയാൽ മതി സമയം കണ്ടുപിടിക്കുന്നതിനായിട്ട്. പിന്നെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, V = അല്ലേ, പ്രവേഗം എന്ന് പറയുമ്പോൾ V = U + AT എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. U ഇനീഷ്യൽ വെലോസിറ്റി ഇട്ട് കൊടുക്കുക, ആക്സിലറേഷൻ ഇട്ട് കൊടുക്കുക, സമയം ഇട്ട് കൊടുക്കുക. നമുക്ക് കറക്റ്റ് വാല്യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, 10 കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗം മാത്രം നോക്കി ഇപ്പോൾ തന്നെ ക്ലാസ് നന്നായിട്ട് റൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി വരുന്നത് സമത്വരണം, അസമത്വരണം. എപ്പോഴും നമുക്കറിയാലോ, PSCയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് സമത്വരണം ഏത്, അസമത്വരണം ഏത്, അല്ലെങ്കിൽ സമപ്രവേഗം ഏത്, അസമപ്രവേഗം എന്നൊക്കെ അല്ലേ. അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്രാഫിക ചിത്രീകരണം എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടി വരുന്നുണ്ട്. ഏതാണ്, ചലന സമവാക്യങ്ങൾ. അതിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് ഏതൊക്കെയാണ് 3 ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണിത് ചെയ്യണമെന്നും വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ അതുപോലെ തന്നെ വിലയിരുത്താമെന്ന് പറയുന്ന ഒരു ഭാഗവും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.